കഴിഞ്ഞ ദിവസം കണ്ട സൂത്രം അന്യഥാത്വം ശബ്ദാതിഥി ചെയ്യുന്ന അവിശേഷാത്. ചാന്തോക്യത്തിലും ബൃഹദാരണ്യത്തിലും കാണുന്ന ഈ ഉദ്ഗീത വിദ്യയിൽ രണ്ടു തരത്തിൽ പറയുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് ഇന്ന്? നവാ പ്രകരണഭേദാത് പരോപരീയസ്ത്വാദിവത്. സൂത്ര 7. നവാ പ്രകരണഭേദാത്. ഈ പ്രകരണഭേദം ഉള്ളതിനാൽ പരോപരീയസ്ത്വാദിവത്ത് ഒന്ന് മറ്റൊന്നിൽ മീതെ എന്ന് ഗുണമുള്ള ഉദ്ഗീതം മുതലായതുപോലെ ഇവിടെയും കണ്ടുകൊള്ളണം എന്ന്. നവാ ഒന്ന് തന്നെ ഭേദമില്ല. ഒന്ന് തന്നെ ഭേദമില്ല എന്ന് വരികയില്ല. പ്രകരണഭേദ ആരംഭത്തിൽ ഭേദം കാണുന്നതാണ് ഇതിന് കാരണം. പരോപരീയസ്ത്വാദിവത്ത് ഒന്ന് മറ്റൊന്നിൽ മീതെ എന്ന ഗുണമുള്ള ഉദ്ഗീതം മുതലായവ പോലെ ഇവിടെയും കണ്ടുകൊള്ളണം. അപ്പം ഇവിടെ ഈ വിദ്യ ഐക്യം ന്യായമല്ല എന്നാണ്. വിദ്യ ഐക്യം ന്യായമല്ല. അപ്പോൾ അതിനെക്കുറിച്ചപ്പോൾ എന്താണ് പറയാനുള്ളതെന്നാണ്. പരോപരീയസ്ത്വാദിവത്ത് ഒന്ന് മറ്റൊന്നിൽ മീതെ, പരം അവര് ഇങ്ങനെയുള്ളതാണ്. ഈ രണ്ടും കൂടെ ചേർന്നാണ് പരോപരീയസ്ത്വാദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നീട് വരുന്നത് മുമ്പേ ഉള്ളതിനേക്കാളും ശ്രേഷ്ഠം എന്നുള്ള അർത്ഥത്തിലാണ് ഒന്ന് മറ്റൊന്നിൽ മീതെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഈ ഓംകാരത്തെ ഉദ്ഗീതമായിട്ട് ഉപാസിക്കുന്നു, പിന്നെ ഉദ്ഗാതാവായിട്ട് ഉപാസിക്കുന്നു. ഇങ്ങനെ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് ഉദ്ഗീതമായിട്ട് ഉപാസിക്കുക എന്ന് പറയുമ്പോൾ, ഉദ്ഗീതം എന്ന് പറയുന്നത് സാമവേദത്തിലെ പാടുന്നതിനെയാണ് ഉദ്ഗീതം എന്ന് പറയുന്നത്. ഉദ്ഗാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടുന്നവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഓംകാരം പാടപ്പെടുന്ന അല്ലെ ഉദ്ഗീതമായിട്ട് എന്ന ചാന്തോക്യത്തിലും, എന്നാൽ ഉദ്ഗാതാവായിട്ട് പാടുന്നവനായിട്ട് ബൃഹദാരണ്യത്തിലും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ പ്രകരണഭേദം എന്ന് പറയുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇവിടുത്തെ ചർച്ച വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഓംകാരത്തിന് ഈ ഉദ്ഗാത എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന പ്രാണന് അതെങ്ങനെ ഈ ഉദ്ഗീതം എന്ന് പറയുമ്പോൾ ഈ പാടപ്പെടുന്നത് എന്ന് പറയുന്നതിലേക്ക് നമുക്ക് രണ്ടും ഒന്നാണെന്ന് ചേർക്കാൻ പറ്റുമോ? അപ്പം ഇങ്ങനെ ഈ ഓംകാരത്തിന് ഉദ്ഗീതം എന്ന് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തിലേക്ക് മാത്രമാണ് എന്നും, അതിന് ഈ ഉദ്ഗീതം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം അത് ഈ സാമവേദത്തിലെ സംബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഈ ഓംകാരത്തെ ഉദ്ഗീതത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഓംകാര ഉദ്ഗീതം എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗം തന്നെ ഉദ്ഗീതം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്, അത് ചൊല്ലുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ഉദ്ഗീതത്തിന് ഉപസംഹാരം, ഉപക്രമം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അവിടെ ബാധകമാണ്. അതേസമയം ബൃഹദാരണ്യത്തിലെ ഉദ്ഗീതം എന്ന് പറയുന്ന ഉദ്ഗാത എന്ന് പറഞ്ഞിരിക്കുന്ന ഓംകാരത്തെ ഉദ്ഗീതം എന്നൊക്കെ പറയുന്ന ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ ഇപ്രകാരം ഈ ഉദ്ഗീതം എന്ന് പറഞ്ഞിട്ടുള്ള സാമവേദത്തിൻ്റെ ആ ഒരു രീതിയെ അല്ല എന്ന് കാണാം. അത് രണ്ടും രണ്ട് പ്രകരണമാണ് എന്ന് സാരം. അതുകൊണ്ട് ഉദ്ഗീതാവയവമായ ഓംകാരത്തിൽ പ്രാണദൃഷ്ടി ഉപദേശിക്കുകയാണ് ബൃഹദാരണ്യത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഉദ്ഗീത അവയവമായ ഓംകാരത്തിൽ, അപ്പോൾ ഇവിടെ ചാന്തോക്യത്തിലാണെങ്കിൽ ഉദ്ഗീതത്തെ ഓംകാരമായിട്ടാണ് ഉപാസിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ഗീതത്തിൻ്റെ അവയവമായിട്ടുള്ള പ്രാണൻ എന്ന് പറയുമ്പോൾ ഈ ഉദ്ഗാതാവും വരണം. ആ ഉദ്ഗാതാവിനെ ഓംകാരമായിട്ട് ഉപാസിക്കാനാണ് ബൃഹദാരണ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ത്വംന ഉദ്ഗായ, നീ ഞങ്ങൾക്ക് വേണ്ടി ഗാനം ചെയ്യുക എന്നതിനാൽ ഉദ്ഗാതാവായിട്ട് പ്രാണനെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് പ്രസ്ഥാന ഭേദത്തെ കാണിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് എന്ന് സാരം.
പ്രസ്ഥാന ഭേദത്തെ കാണിക്കുന്നു എന്ന്. പ്രസ്ഥാന ഭേദം എന്ന് പറഞ്ഞാൽ രണ്ട് അപ്രോച്ചാണ് എന്നർത്ഥം നിശ്ചയിച്ചിരിക്കുന്നു. ഇത് പ്രസ്ഥാന ഭേദത്തെ കാണിക്കുന്നു. പ്രാണന് സർവാത്മത്വം സാധിപ്പാനാണ് പ്രാണനെ ഉദ്ഗാതാവായി, ഉദ്ഗാഥ എന്നാണ്, ഗാഥ എന്നല്ല ഗാഥ, ഉദ്ഗാഥാവായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യ ഏകത്വം സിദ്ധിക്കുകയില്ല. വിഭാഗങ്ങളെയെല്ലാം പ്രതിനിധീകരിക്കുകയാണ് ഉദ്ഗീത ശബ്ദശക്തി എന്നത് വിഷമതയ്ക്ക് കാരണമാകുന്നു. പ്രാണന് ഉദ്ഗാതൃത്വം ഇരിക്കുകയില്ല. ഇത് ഉദ്ഗീതഭാവം പോലെ ഉദ്ഗാതൃഭാവവും പ്രാണനുണ്ടെന്ന് ഉപാസിപ്പാൻ വേണ്ടിയിട്ട് പറഞ്ഞതാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഉദ്ഗീതം എന്ന് പറയുന്നതും ഉദ്ഗാത എന്ന് പറയുന്നതും രണ്ടും ഇവിടെ ഈ ഓംകാരത്തിനോട് ചേർക്കാൻ സാധിക്കുന്നു എന്ന്. പിന്നെ ഈ പ്രാണന് ഉദ്ഗാതൃത്വം ഇരിക്കുകയില്ല. ഉദ്ഗീതഭാവം പോലെ ഉദ്ഗാതൃഭാവവും പ്രാണനുണ്ടെന്ന് ഉപാസിപ്പാൻ വേണ്ടിയിട്ട് പറഞ്ഞതാകുന്നു. അപ്പോൾ ഇവിടെ പ്രാണോപാസനയാണ് മുഖ്യമായിട്ടുള്ളതെന്നും അപ്പോൾ അപ്രകാരം ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാണന്റെ വീര്യത്താൽ ഉദ്ഗാതാവും ഔദ്ഗാതാവെന്ന കർമ്മകർത്താവുമായിരിക്കാൻ കഴിയും. ഉദ്ഗാതാവായ പ്രാണൻ വാക്കാലും പ്രാണനാലും ഉദ്ഗാനം ചെയ്തു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബൃഹദാരണ്യം 1:3-24 എടുത്ത് വെച്ചിട്ടാണ് ഇത് ചർച്ച നടക്കുന്നത്. ശാസ്ത്രം പറവാൻ ഇച്ഛിച്ചിരിക്കുന്ന അർത്ഥത്തിൽ വ്യത്യാസം അറിയപ്പെടുമ്പോൾ വാക്യാർത്ഥം അതുപോലെ ഇരിക്കുന്നുവെന്ന കാരണത്താൽ മാത്രം ഏകാർത്ഥം നിശ്ചയിക്കുന്നത് ന്യായമാകുകയില്ല. അപ്രകാരം അഭ്യുദയ വാക്യത്തിലും മറ്റും ഉപക്രമഭേദ നിമിത്തം വാക്യത്തിൽ ഏകാർത്ഥ ഭാവം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഇവിടെയും ഏകാർത്ഥത്വം സിദ്ധിക്കുകയില്ല എന്ന്. അപ്പോൾ അത് ഇവിടെ ഈ രണ്ടിടത്തും ഒരുപോലെ പറഞ്ഞിരിക്കുന്നതിനകത്ത് അതുകൊണ്ട് രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിൽ എടുക്കേണ്ടതില്ല. കാരണം ഇവിടെ ഈ ഉദ്ഗീതമായിട്ട് ഓംകാരത്തെ കണ്ടുകൊണ്ട് അതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഫലങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുന്നു എന്ന് സാരം. അപ്പം പിന്നീട് ഈ ഓംകാരത്തെ തന്നെ എല്ലായിടത്തും ഒരേപോലെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയല്ല. അതാണ് അടുത്ത സൂത്രം പറയുന്നത്. തദുക്തമസ്തിതു സംജ്ഞാതഃ ചേത്. ഉദ്ഗീത വിദ്യ എന്ന ശബ്ദം രണ്ടിലും ഉള്ളതുകൊണ്ട്, അപ്പം ബൃഹദാരണ്യത്തിലുമുണ്ട് ചാന്തോക്യത്തിലുണ്ട് ഉദ്ഗീതം എന്നുണ്ട്. അതുകൊണ്ടാണ് സംജാതഃ എന്ന് പറഞ്ഞിരിക്കുന്നത്. സംജാതശ്ചേത് എന്നാണ്. ഉദ്ഗീത വിദ്യ എന്ന പോലെ രണ്ടിലും ഉള്ളത് കൊണ്ട് വിദ്യൈക്യം സിദ്ധിക്കുമെന്നാണെങ്കിൽ തദുക്തം മുമ്പേ കഴിഞ്ഞ സൂത്രത്താൽ മറുപടി പറഞ്ഞിരിക്കുന്നു. തദപി അത് ഒരേ വിധമായ പേരും അസ്തിതു പ്രസിദ്ധമായ ഭേദമുള്ള ഗുണവിശിഷ്ട ഉപാസനകളിൽ ഉദ്ഗീത വിദ്യയും ചേരുമെന്ന് തന്നെ കാണപ്പെടുന്നു. അപ്രകാരം മായിട്ടുള്ള പൂർണ്ണമാസം ദർശനം തുടങ്ങിയിട്ടുള്ളതിനകത്ത് സംജ്ഞയിൽ ഭേദം ഇല്ലെന്ന് സമ്മതിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഇവിടെയും സംഭവിക്കും. ഇമാതിരി ഭേദഹേതു എവിടെയില്ലയോ അവിടെ വിദ്യൈക്യത്വം ഉണ്ടായിക്കൊള്ളട്ടെ എന്ന്. അതായത് സംജ്ഞാതശ്ചേ തദുക്തമസ്തി. അപ്പം പേരിൽ ഒരേപോലെ ഉള്ളത് കാരണം അപ്രകാരം ഒരു വിദ്യ ഇരിക്കട്ടെ എന്നാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിലാണ്. അതായത് ഇവിടെ ഈ പല വേദങ്ങളിലും വ്യത്യാസമായിട്ട് ദർശനം പൗർണമാസം ഉള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഉപാസനയുടെ ദൃഷ്ടിയിൽ ഭേദം കൊടുക്കേണ്ടതില്ല എന്ന്. അതുകൊണ്ടാണ് ഈ ഭേദഹേതു എവിടെയില്ലയോ അവിടെ വിദ്യ ഏകത്വം. അപ്പം ഭേദത്തിൻ്റെ കാരണമില്ല എങ്കിൽ വിദ്യ ഏകത്വം നമുക്ക് സമ്മതിക്കാം എന്ന് സാരം. വ്യാപ്തേശ്ച സമഞ്ജസം. വ്യാപ്തൈഹി ഓം എന്ന അക്ഷരത്തിന് വേദത്തിൽ എല്ലായിടത്തും ഒരുപോലെ വ്യാപ്തി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വ്യാപ്തി ഉള്ളത് കൊണ്ട് ഈ ഓമിന് ഇവിടെ അത് വിശേഷകരമായ രീതിയിൽ ഒരു വിശേഷണം, അതായത് വ്യത്യസ്തമായ രീതിയിലാണ് ഓമിനെ ഇവിടെ എടുത്തിരിക്കുന്നത്. അല്ലാതെ വേദത്തിലുള്ള എല്ലാ ഭാഗത്തും എവിടെയൊക്കെ ഓംകാരമുണ്ടോ അതിനെ ഉദ്ഗീതം എന്ന് എടുക്കാൻ പാടില്ല എന്ന്. അതാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം. വ്യാപ്തേശ്ച സമഞ്ജസം. സമഞ്ജസം ഉചിതമാകുന്നു. ഓം എന്ന അക്ഷരത്തിന് എല്ലാ വേദത്തിലും വ്യാപ്തി ഉള്ളതുകൊണ്ടും ആ നിലയിൽ ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി ഉദ്ഗീതം എന്ന വിശേഷണം കൊടുത്തിരിക്കുന്നു എന്ന്.
ഓം ഇത്യേതത് അക്ഷരം ഉദ്ഗീതം ഉപാസീത എന്ന മന്ത്രത്തിൽ ഓം എന്ന അക്ഷരത്തിന് ഉദ്ഗീത പദത്തിനും സമാനാധികരണ്യം. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഓം ഉദ്ഗീതം എന്ന് പറഞ്ഞ് രണ്ടും എടുത്തു. അപ്പം രാമഹ, വീരഹ എന്ന് പറയുന്നത് മാതിരി രണ്ട് ശബ്ദങ്ങളാണ് ഇവിടെ ഓം എന്നും ഉദ്ഗീതം എന്ന് പറഞ്ഞു. ഓമിനെ തന്നെ ഉദ്ഗീതം എന്ന് വിളിച്ചിരിക്കുന്നു എന്ന് സാരം. അപ്പോൾ ഉദ്ഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം അല്ലാതെ വേറെയുണ്ട് ഉദ്ഗീതം. അപ്പോൾ ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ ഗാനം ചെയ്യുന്നത്, സാമവേദത്തിൽ ഗാനം ചെയ്യപ്പെടുന്നതിനെയാണ് ഉദ്ഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓംകാരത്തിനെ ഉദ്ഗീതം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത് എപ്രകാരം ഈ രണ്ട് ശബ്ദങ്ങൾ തമ്മിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് ശബ്ദങ്ങൾ ഒന്നിച്ചു വന്നു കഴിഞ്ഞപ്പോൾ രാമഹ വീരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നാമവും രാമൻ എന്നുള്ളത്, വീരഹ എന്ന് പറഞ്ഞിരിക്കുന്നത് നാമവിശേഷണവുമാണ്. അപ്പോൾ ഒന്ന് വിശേഷണ വിശേഷി സംബന്ധം ഇവ തമ്മിലുണ്ട്. അതേപോലെ ഈ ഓംകാരം എന്ന് പറയുന്നതും പിന്നീട് ഉദ്ഗീതം എന്ന് പറയുന്നതും തമ്മിൽ ഏത് വിധത്തിലുള്ള സംബന്ധമാണുള്ളത് എന്ന്. അപ്പം വെറുതെ ഒരു വാക്ക് പറഞ്ഞ് കടന്നു പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ അതിന് മറുപടി പറയുകയാണ്, ഇങ്ങനെ ഈ ഒന്ന് മറ്റൊന്നിനെ രണ്ടെണ്ണം ഒന്ന് എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് 4 തരം സാധ്യതകളാണ് വരാനുള്ളത്. അതിലൊന്ന് അധ്യാസം, കയറും പാമ്പും പോലെ അധ്യാസം എന്ന് പറയുന്നത് വരാം. പിന്നെ അതിൻ്റെ അപവാദം, ആ അധ്യാസത്തിനാണല്ലോ പിന്നെ അപവാദം വരുന്നത്. അപ്പോൾ അങ്ങനെ അധ്യാസവും അപവാദവും വന്നു. പിന്നെ ഏകത്വം, ഇവ രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ളത്, ഉദ്ഗീതവും ഓംകാരവും ഒന്ന് തന്നെയാണെന്നുള്ള രീതിയിൽ ഏകത്വം വന്നു. പിന്നീടുള്ളത് വിശേഷണം വന്നു. ഓംകാരത്തിൻ്റെ വിശേഷണമായിട്ട് ഉദ്ഗീതത്തെ പ്രയോഗിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതിനെ വേണം എടുക്കേണ്ടത്? അധ്യാസമായിട്ട് എടുക്കണോ? അതായത് കയറിൽ പാമ്പിനെ അധ്യസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഓംകാരത്തിൽ ഉദ്ഗീതത്തെ അധ്യസിച്ചിരിക്കുന്നു, അങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ ഓംകാരത്തിൽ ഉദ്ഗീതത്തെ അധ്യസിച്ചിരിക്കുകയാണോ? പിന്നെ ഈ കയറിൽ നിന്ന് പാമ്പിനെ മാറ്റിയിട്ട് കയർ കാണുന്നത് പോലെ അപവാദം എന്ന് പറയുന്നത് മാതിരി ഈ അധ്യാസം ഉണ്ടെങ്കിലല്ലേ അവിടെ അപവാദത്തിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ ഉദ്ഗീതത്തെ കണ്ടിട്ട് അതിനകത്തുനിന്ന് ഓംകാരം വേറെയാണെന്ന് തിരിച്ചറിയത്തക്ക തരത്തിൽ എന്തെങ്കിലും പരിപാടിയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് സാരം. ഓമിനെ ഓമായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഉദ്ഗീതം എന്നുള്ളത് ആരോപിച്ചിട്ട് പിന്നെ അതിനകത്തുനിന്ന് അപവാദം നടത്തുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഏകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഗീതം തന്നെ ഓംകാരം തന്നെ ഉദ്ഗീതം, അപ്രകാരം എടുത്താൽ. അപ്പോൾ അപ്രകാരം എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താവും? എപ്പോഴും ഓംകാരം എന്ന് പറഞ്ഞാൽ ഉദ്ഗീതമായിരിക്കും. അതായത് ഏകത്വമാണെങ്കിൽ, അങ്ങനെ ഏകത്വമാണെങ്കിൽ ഉദ്ഗീതം എന്ന് പറയുമ്പോൾ ഈ വേദത്തിൻ്റെ മറ്റു ഭാഗത്തിലുള്ള ഓംകാരത്തിനെല്ലാം ഉദ്ഗീതം എന്നുള്ള വാക്ക് തന്നെ കിട്ടും. അങ്ങനെ കിട്ടുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ ഏകത്വത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. പിന്നെ വേറെ എന്താ ഇനിയും പറയാനുള്ളത്? 4-മത്തേതുള്ള വിശേഷണം. അപ്പോൾ വിശേഷണത്തെ എടുത്തിരിക്കുകയാണ് ഇവിടെ. അപ്പം ഈ അപവാദത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എടുക്കേണ്ടത്? അപവാദത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം തോന്നുന്ന ബുദ്ധി തിരുത്തിയാൽ അപവാദമായി. അപ്പോൾ ഓംകാരം എന്ന് പറയുന്ന ഓംകാരമാണ് ആദ്യം. അതിനെ അപവാദം ചെയ്തിട്ട് അത് ഉദ്ഗീതമായിട്ട് കാണാൻ പറയുമ്പോൾ ആണ് അപവാദത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്. അതായത് പാമ്പിനെയാണ് ആദ്യം കാണുന്നത്, പിന്നീട് അതിനെ അപവദിച്ചിട്ടാണ് കയറ് കാണുന്നത് എന്ന് പറഞ്ഞ മാതിരി ആദ്യം കാണുന്നത് നിരസിക്കുന്നു, രണ്ടാമത്തേത് സ്ഥാപിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇതിനെ അപവാദം എന്ന് പറയുന്നത്. ആദ്യം ഓംകാരമാണ്, സർവത്ര പ്രസിദ്ധമായിട്ടുള്ള ഓംകാരമാണ്. അതിനെ നിരസിച്ചിട്ട് ഉദ്ഗീതത്തെ സ്ഥാപിക്കുമ്പോഴാണ് ഇതിനെ അപവാദം എന്ന് പറയുന്നത്. അതിവിടെ യോജിക്കുകയില്ല എന്ന് സാരം. പിന്നെ അധ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി അധ്യസിക്കുക, അതായത് ഉദ്ഗീതത്തെ ഓംകാരത്തിലേക്ക് അധ്യസിക്കുക. അപ്പോൾ ഇങ്ങനെ തിരിച്ചു മറിച്ച് ഏതാണോ ആദ്യം കിട്ടുന്നത് അതിലേക്ക് അധ്യസിക്കുക എന്ന് പറയുന്നത്. അധ്യസിച്ച് കഴിയുമ്പോഴാണല്ലോ പിന്നെ അപവാദം വരുന്നത്. അപ്പോൾ അത് രണ്ടും ഇവിടെ യോജിക്കുകയില്ല എന്ന് സാരം. അപ്പോൾ രാമഹ വീരഹ എന്ന് പറയുന്നിടത്ത് രാമൻ വീരനായ രാമൻ എന്നാണ് നമ്മൾ പറയുന്ന വിശേഷമാണ് ഇവിടെ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാമനിലേക്ക് അധ്യസിച്ചു വീരത്വമെന്നോ അല്ലെങ്കിൽ വീരഹ എന്ന ശബ്ദം അധ്യസിച്ചു, അങ്ങനെയുള്ള അധ്യാസവും അപവാദവും ഇല്ല. രാമൻ വീരനാണ്, അത് വിശേഷണമായിട്ടാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ അതാണ് ഇവിടുത്തെ ന്യായവും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ന്യായം ഇവിടെ പറയുന്നതാണ്, വ്യാപ്തേശ്ച അസമഞ്ജസം എന്ന സൂത്രം ആരംഭിച്ചിരിക്കുന്നത്. സൂത്രത്തിലെ ചകാരത്തിന് തു ശബ്ദാർത്ഥം നിശ്ചയിച്ചിട്ട് ആദ്യത്തെ 3 പക്ഷങ്ങളെയും നിരാകരിക്കുന്നു. 3 പക്ഷങ്ങൾ എന്ന് പറയുന്നത് അധ്യാസ, അപവാദ, ഏകത്വം, 3 നിരാകരിക്കുന്നു. വിശേഷണപക്ഷം 1 മാത്രം നിർദോഷം. ഇവിടെ ഓംകാരത്തിൻ്റെ വിശേഷണമായിട്ടാണ് ഉദ്ഗീതം എന്ന് പറഞ്ഞിരിക്കുന്നത്, അതല്ലാതെ മറ്റൊരർത്ഥത്തിൽ എടുക്കേണ്ടതില്ല എന്ന്. അതായത് ചുരുക്കത്തിൽ ഉദ്ഗീതമായിട്ട് ഉപാസിക്കുക. നിങ്ങൾക്കറിയാമോ ഉദ്ഗീതോപാസന ഓംകാരത്തിന് എന്ന് പറഞ്ഞാൽ യെസ്, അങ്ങനെ ഉപാസിക്കുക എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഓംകാരത്തിനെ ഇവിടെ ഉദ്ഗീതം എന്നും വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതെന്നർത്ഥം. അപ്പോൾ ഓംകാരത്തിന് പല ഭാഗങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കണം അതെവിടെ ബാധകമാണ് എന്ന്. ജനറലായിട്ട് ഓംകാരത്തെ ഉദ്ഗീതമെന്ന് ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് പറയുക സാധ്യമല്ല. ചാന്തോക്യത്തിലെ ഉപാസനാ ഭാഗത്ത് മാത്രം കിട്ടുന്ന ഒരു വിശേഷണ ശബ്ദമാണ് ഉദ്ഗീതം എന്ന്. ഇതാണ് ഇതിലൂടെ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവിടെ ഇപ്പോൾ ഇപ്രകാരം ഉപാസന ചെയ്താൽ, ഈ ഉപാസന ചെയ്യുന്നതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അത് ഏത് തരത്തിലൊക്കെയാണ് അത് നമ്മൾ കാണുകയുണ്ടായി. ഈ 3 കാര്യത്തിൽ ഇങ്ങനെ പ്രാണനും വാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ഇതിനെ കാണുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ഓംകാരത്തെ ആപ്തി സമൃദ്ധി എന്ന 2 ഗുണമുള്ളതായി ഉപാസിക്കുന്നതിൻ്റെ ഫലമാണ് ഉദ്ഗീത അധ്യാസഫലമായി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അധ്യാസഫലമായിട്ടല്ല. അതായത് ഇവിടെ ഓംകാരത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ ആപ്തിയും സമൃദ്ധിയും എന്ന 2 ഗുണമുള്ളതായി ഉപാസിക്കണം എന്ന് സാരം. അപ്പോൾ ഓംകാരത്തെ നമുക്ക് നിർഗുണമായിട്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ ഈ ഫലം കിട്ടത്തില്ല. അതായത് ആപ്തിയും സമൃദ്ധിയും ഉള്ളതായിട്ട് ഉപാസിക്കണം. അപ്പോൾ ഇങ്ങനെ ആപ്തിയും സമൃദ്ധിയും ഉള്ളതായിട്ടുള്ള ഈ ഉപാസനകളാണ് വ്യത്യസ്ത തരത്തിൽ നമുക്ക് ഈ പല പല ഉപാസനകളിലും കാണുന്നത്. അതായത് ഈ ഭഗവാനെ സർവൈശ്വര്യയുക്തനായിട്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം കിട്ടുന്നു. നിർഗുണമായിട്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ, നിർഗുണത്തെ ഉപാസിച്ചാൽ നിർഗുണത്വമാണ് കിട്ടുന്നത്. സർഗുണത്തെ ഉപാസിച്ചാൽ ഉപാസകന് എന്താണോ ആ ഉപാസകൻ്റെ ബുദ്ധി നിൽക്കുന്നതിന് അതിനനുസരിച്ചായിരിക്കും ഫലം കിട്ടുന്നത് എന്ന്. അതുകൊണ്ട് നമ്മൾ വിജയിയായിട്ട്, സർവത്ര വിജയിയായിട്ട് ഭഗവാനെ ഉപാസിച്ച് കഴിയുമ്പോഴാണ് വിജയപ്രാപ്തി ലഭിക്കുന്നത്. അല്ലാതെ ഈ അവിടെ നിർഗുണത്വം ഉപാസിച്ചിട്ട് എനിക്ക് വിജയം ഉണ്ടാവണമെന്ന് നമ്മൾ സങ്കല്പിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്തായിട്ട് നമ്മൾ ഉപാസിക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഫലം നമുക്ക് കിട്ടുന്നത് എന്ന്. അതുകൊണ്ട് നമുക്ക് കാണാം ഈ ഐശ്വര്യം, ഭഗത്വം തുടങ്ങിയിട്ടുള്ളതെല്ലാം ഉള്ള പരമാത്മാവിനെ ഈശ്വരൻ എന്ന രീതിയിലാണ് നമ്മുടെ ഈ ഉപാസനകളിൽ മുഴുവൻ കാണുന്നത്. അതായത് ഉപാസകന് ഏതെല്ലാം കാമനകളാണോ ഉള്ളത് അതിൻ്റെ മുഴുവനും പൂർത്തീകരണത്തിന് സഹായകരമായ രീതിയിൽ കാമസ്യാപ്തിം ജഗതപ്രതിഷ്ഠാം ക്രതോരനന്ത്യം അഭയസ്യ പരം എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് എല്ലാത്തിൻ്റെയും പരിപൂർണമായിട്ട് ഉള്ള ഒരു പരമാത്മാവ് എന്ന് പറയുമ്പോൾ ഈശ്വരനെ. അപ്പോൾ അങ്ങനെയുള്ള ഈ സർഗുണ നിർഗുണത്വമാണെങ്കിൽ പരമാത്മാ എന്ന് പറയും, പരബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതെല്ലാം ചേർത്ത് ഉപാസിക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ പുണ്യപ്രാപ്തിയും അതേമാതിരി ഇവിടെ കിട്ടേണ്ടത് എന്താ, ആപ്തിയും സമൃദ്ധിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ വേണ്ടത് എന്ന് സാരം. അപ്പോൾ ഇത് രണ്ടും കൂടെ ആവാം. കാരണം മുക്തിക്കും ഭുക്തിയും മുക്തിയും എന്നുള്ള രീതിയിൽ ഉപാസനയാവാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭുക്തിയൊന്നും പാടില്ല, മുക്തിയെ പാടുള്ളൂ പറഞ്ഞുകൊണ്ട് കടുംപിടുത്തമൊന്നും പിടിക്കേണ്ട കാര്യമില്ല. ആർക്കെന്താണോ വേണ്ടതെന്ന് അതനുസരിച്ചിട്ടാണ് എന്നുള്ളത്. മുമ്പ് പറഞ്ഞ മാതിരി, അതായത് ദാഹമുള്ളവനാണ് വെള്ളം വേണ്ടത് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ വേണം മുന്നോട്ട് പോകുക. അപ്പം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഉപാസിക്കേണ്ടത്, എന്താണ് വേണ്ടത്, നമുക്ക് ആരോഗ്യം ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ ആ രീതിയിലാണ് നമ്മുടെ സങ്കല്പങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പൂജകൾക്കൊക്കെ ആണെങ്കിൽ ഇതേമാതിരി ഈ സങ്കല്പത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയുന്നത്. അപ്പോൾ സങ്കല്പത്തിനനുസരിച്ചായിരിക്കും ഫലം ലഭിക്കുക എന്നർത്ഥം. അപ്പോൾ നമ്മൾ അത് ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ആ ഉപാസനയുടെ രീതിക്കനുസരിച്ച്. അപ്പം കൃത്യമായിട്ട് നമ്മൾ ഇതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെയാണ് സാധാരണ ഈ എല്ലാവരും
ഈ ഭക്തന്മാരെ പരിഹസിക്കുമല്ലോ, വേണ്ട ഭഗവാന്റെ അടുത്ത് വേണ്ട ലിസ്റ്റൊക്കെ പറയുമെന്ന്. അത് ലിസ്റ്റ് പറയുന്നു എന്നുള്ളത് ഒരു വശത്ത്, ഭഗവാനെ എപ്രകാരം ഇതെല്ലാം ഉള്ളവനായിട്ട് ഉപാസിച്ചാൽ അതനുസരിച്ച് കിട്ടുമെന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. ഓംകാരത്തെ ആപ്തി സമൃദ്ധി എന്ന്. പിന്നെ അതുപോലെ ഈ ഓംകാരത്തിൻ്റെ ആണെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഓംകാരത്തെ ജപിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇവിടെയൊന്നും ഇതിന് ഈ ഉദ്ഗീതം എന്നുള്ള പേരൊന്നുമില്ല. ഒരേ ശബ്ദം ഉച്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കുമല്ലോ. അങ്ങനെ ഓംകാരം എന്ന് എവിടെ ഉച്ചരിച്ചാലും ഒരേ ഫലമാണല്ലേ സിദ്ധിക്കേണ്ടത്. അങ്ങനെയല്ല, അതിൻ്റെ പിന്നിലിരിക്കുന്ന സങ്കല്പം പോലെയാണ് അതിൻ്റെ ഫലം നിൽക്കുന്നത് എന്നർത്ഥം. ഓംകാരത്താൽ പറയപ്പെടുന്നതിലും ഋഗ്വേദികൾ യാഗത്തിൽ ചെയ്യുന്ന ഹൗത്രം എന്ന കർമ്മത്തിലും, ഋഗ്വേദികളുടെ ഹൗത്രം, യജുർവേദികൾ ഉച്ചരിക്കുന്ന ശബ്ദത്തിലും, യജുർവേദികളും ഓംകാരം ഉച്ചരിച്ചുകൊണ്ട് അവർ കർമ്മം ചെയ്യുമ്പോൾ അതിന് അവിടെ ഉദ്ഗീതം എന്നതിന് പ്രസക്തിയില്ല. എല്ലാ സാമങ്ങളുടെയും ദ്വിതീയ വിഭാഗത്തിൽ ഓംകാര ശബ്ദവാച്യമായ ഉദ്ഗീതമുണ്ടായാൽ അല്ലയോ ഏകാർത്ഥ സിദ്ധി ഉണ്ടാകുക. ആദ്യത്തെ 3 പക്ഷത്തിലും ദോഷമുള്ളതിനാൽ അവശേഷിച്ച 4ാം പക്ഷം വിശേഷണം എന്ന പക്ഷം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം ചുരുക്കത്തിൽ ഇതാണ്, സർവവേദത്തിലും ഓംകാരത്തിന് വ്യാപ്തിയുണ്ട്. അപ്രകാരം സർവത്ര വ്യാപ്തിയുള്ള ഓംകാരത്തെ ഇവിടെ വിശേഷകരമായിട്ട് ഉദ്ഗീതമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നേ എടുക്കേണ്ടതുള്ളൂ എന്ന്. ബൃഹദാരണ്യത്തിൽ ഉദ്ഗാതാവായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നും നമ്മൾ വ്യത്യാസമായിട്ട് തന്നെ കാണണം എന്ന്. അതേസമയം ഉപാസനയുടെ ദൃഷ്ടിയിൽ എല്ലാം ഉപാസന എന്നുള്ള രീതിയിൽ തന്നെ എടുക്കേണ്ടതുള്ളൂ എന്ന്. അത് സമഞ്ജസമാകുന്നു, സമുചിതമാകുന്നു എന്ന് സാരം. സർവഭേദാധികരണം. സർവഭേദാദന്യത്ര ഇമേ. സർവാഭേദാത്, എല്ലാത്തിലും ഭേദം ഇല്ലാത്തതുകൊണ്ട്, എല്ലാത്തിലും ഭേദം ഇല്ലാത്തതുകൊണ്ട്. സർവത്ര എന്നർത്ഥം. അന്യത്ര, മറ്റു ദിക്കിലും ഇമേ, ഇവയെല്ലാം ചേർത്ത് ഉപാസിക്കണം. അപ്പം ഭേദമില്ലാത്തതുകൊണ്ട്, എല്ലായിടത്തും ഇതിനെ ഭേദമില്ലാത്തതുകൊണ്ട് മറ്റുള്ളിടത്തും ഇപ്രകാരം തന്നെ ഉപാസിക്കണം. അത് ഭേദമില്ലായ്മ കണ്ടുകൊണ്ട് തന്നെ ഉപാസിക്കണം. ബൃഹദാരണ്യകം, ഛാന്തോഗ്യം എന്ന 2 ഉപനിഷത്തുകളിൽ ഇന്ദ്രിയങ്ങൾ അന്യോന്യം അവരുടെ വിശേഷ ഗുണങ്ങളെ പറയുന്ന ഘട്ടങ്ങളിൽ, ഓരോരോ ഇന്ദ്രിയങ്ങളും പറയുന്നുണ്ടല്ലോ, ഞാനാണ് മുഖ്യം എന്ന് പറയുന്നു. പക്ഷേ അത് നിഷേധിക്കപ്പെട്ടിട്ട് മറ്റൊരു ഇന്ദ്രിയം പറയുന്നു ഞാനാണ് മുഖ്യം. ഇങ്ങനെ അന്യോന്യം വിശേഷ ഗുണങ്ങളെ പറയുന്ന ഘട്ടങ്ങളിൽ മുഖ്യപ്രാണോപാസനയെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖ്യപ്രാണൻ ഉണർന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെല്ലാവരും ഞങ്ങളെ വിട്ട് പോകരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം മുഖ്യപ്രാണന് തന്നെയാണ് അതിന് പ്രഥമത്വം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രൈഷ്ഠ്യമെന്ന ഗുണമുള്ള പ്രാണൻ തന്നെ ഉപാസ്യൻ. വാഗാദിന്ദ്രിയങ്ങൾക്ക് വസിഷ്ഠത്വം മുതലായ ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആവക ഗുണങ്ങൾ പ്രാണനിലുള്ളവ തങ്ങൾക്ക് പ്രാണനിൽ നിന്ന് സിദ്ധിക്കുന്നുവെന്ന് സമർത്ഥിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആധ്യാത്മികതയിൽ ഇവിടെ ഇപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ ശ്രേഷ്ഠത്വം പ്രാണന് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. യദ്വാഹം വസിഷ്ഠാസ്മി ത്വം തദ്വസിഷ്ഠോസി എന്ന്. ഞാൻ വസിഷ്ഠത്വം എന്ന ഗുണമുള്ളതായിരിക്കുന്നു, നീ വസിഷ്ഠനായതുകൊണ്ട് തന്നെ എന്ന് വാഗീന്ദ്രിയം തദ്ഗുണമായ വസിഷ്ഠതയെ പ്രാണനിൽ സമർപ്പിച്ചിരിക്കുന്നു. ഓരോ ഇന്ദ്രിയങ്ങളും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മഹിമ അത് പ്രാണൻ്റെയാണ് എന്ന് സമർത്ഥിച്ചിരിക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ വസിഷ്ഠത്വം അത് പ്രാണൻ്റെ വസിഷ്ഠത്വം തന്നെയാണ് എന്നിങ്ങനെ വാഗീന്ദ്രിയം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് സർവാഭേദത്വം ഭേദാത് അന്യത്ര ഇമേ എന്ന് പറഞ്ഞു. എല്ലാത്തിലും ഈ ഭേദമില്ലായ്മ കാണണം. അന്യത്ര, മറ്റു ദിക്കിലും, ഇവയെല്ലാം ചേർത്ത് ഉപാസിക്കണമെന്ന്. അതായത് ഈ ഭേദമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഖ്യ പ്രാണോപാസന തന്നെയാണ് മുഖ്യമായിട്ടുള്ളത് എന്ന് കാണേണ്ടതുള്ളൂ എന്ന്.
അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഉദ്ഗീതമെന്നും ഉദ്ഗാതാവെന്നുള്ള ഭേദത്തിൽ ഉദ്ഗീതം തന്നെയാണ് ഓങ്കാരത്തെ ആ സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പ്രാണൻ മുഖ്യനായിട്ട് തന്നെയുള്ള ഉപാസനയ്ക്കാണ് പ്രാധാന്യം. അപ്പം അതേമാതിരി കൗശീതകി മുതലായ ഉപനിഷത്തുകളിൽ ശ്രേഷ്ഠമാർക്കാണ് നിശ്ചയിപ്പിക്കാൻ ആരംഭിച്ചുകൊണ്ട് അവസാനത്തിൽ പ്രാണൻ തന്നെ ശ്രേഷ്ഠനെന്ന് അവിടെയും പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പം ഇത് സർവത്ര കാണേണ്ടതാണ്. അപ്പം ഇവിടെ പ്രാണൻ തന്നെ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനെ ഓങ്കാരമായിട്ട് ഒന്ന് നമ്മൾ ഉച്ചരിക്കുന്ന ഓങ്കാരത്തിനെ ഉപാസിക്കണോ, രണ്ട് ഉച്ചരിക്കുന്നവനായിട്ട് ഓങ്കാരത്തെ ഉപാസിക്കുന്നു. ഇതാണ് ഉദ്ഗാത എന്ന് പറയുമ്പോൾ ഉച്ചരിക്കുന്നവൻ, ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കപ്പെട്ട ആ സമയത്ത് ഉച്ചരിക്കപ്പെട്ടത് മാത്രം, അതായത് സാമവേദത്തിൻ്റെ ഭാഗമായിട്ട് ഉച്ചരിക്കപ്പെട്ടത്. അപ്പോൾ ഇത് രണ്ട് തരത്തിലും ഓങ്കാരത്തിനെ ഇവിടെ കാണുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഉദ്ഗാത എന്ന് പറയുന്ന പ്രാണനെ ആണ് ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം നിരസിച്ചിട്ട് പ്രാണൻ്റെ മഹത്വമാണ് സർവോത്കൃഷ്ടമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ഗാതാവായിട്ടാണ് അവിടെ ബൃഹദാരണ്യത്തിലെ പ്രാണനെ ഉപാസിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മറ്റതിനേക്കാൾ ശ്രേഷ്ഠം എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, രണ്ടും രണ്ടാകുന്നു എന്ന്. പ്രാണനെ ഉദ്ഗീതമായിട്ട് ഓങ്കാരത്തിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അവിടെ ചില വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വിശേഷണങ്ങൾ കിട്ടുന്നവനായിട്ട് ഭവിക്കുന്നു. ആപ്തി സമൃദ്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് കിട്ടുന്നു എന്നതാണ്. പിന്നെ പ്രാണോപാസനയെക്കുറിച്ച് പറഞ്ഞു, പ്രാണോപാസന എന്ന് പറഞ്ഞാൽ മുഖ്യപ്രാണൻ. ഈ മുഖ്യപ്രാണനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും സർവത്ര ഏകമാണ് എന്ന് തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. പിന്നീടുള്ളത് അപ്പോൾ ഇങ്ങനെ മുഖ്യപ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മശബ്ദത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ആനന്ദം തുടങ്ങിയവ ഈ ബ്രഹ്മത്തിൻ്റെ എങ്ങനെയാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആനന്ദാദേഹ പ്രധാനസ്യ. ആനന്ദാദേഹ ആനന്ദം മുതലായവ പ്രധാനസ്യ ഈ അറിയേണ്ടതായ ബ്രഹ്മത്തിനുള്ള ധർമ്മങ്ങളാവുന്നു. അവയെ ബ്രഹ്മപ്രകരണത്തിലെല്ലാം ചേർത്ത് ഉപാസിക്കേണ്ടതാകും. പിന്നെ ഇപ്പം ജനറലായിട്ട് ഉള്ള ഒരു ചോദ്യമാണ് ഈ ആനന്ദം ബ്രഹ്മ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ. ഇങ്ങനെ വന്നാൽ ഈ വിശേഷണങ്ങൾ എത്രത്തോളം വിശേഷണങ്ങൾ ബ്രഹ്മത്തിനാവും, എന്താണ് ഈ വിശേഷണ സംബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, ആനന്ദം ബ്രഹ്മ, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇതിലേതൊക്കെയാണ് ശരി? ഇപ്പം ഒരു ബ്രഹ്മത്തിന് തന്നെ പല വിശേഷണങ്ങൾ സാധ്യമാണോ? ഈ പല വിശേഷണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ബ്രഹ്മത്തെ പറഞ്ഞു കഴിയുമ്പോൾ ആ വിശേഷണയുക്തമായിട്ടുള്ള ബ്രഹ്മത്തിന് വിശേഷി സംബന്ധങ്ങൾ ഉണ്ടായിട്ടൊരു വിശേഷ വസ്തു എന്ന പ്രതീതിയൊക്കെ ഉണ്ടാവത്തില്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ബ്രഹ്മത്തിന് നിർഗുണമെന്ന് പറയാൻ സാധിക്കുക? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ആനന്ദമാണോ ബ്രഹ്മം, നിർഗുണമാണോ ബ്രഹ്മം? ആനന്ദം ഒരു വൃത്തിവിശേഷമാണല്ലോ. ആനന്ദം അങ്ങനെ വരുമ്പോൾ ഒരു സഗുണത്വ ആനന്ദമുണ്ട്. ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വസ്തുവല്ലല്ലോ, ആനന്ദം ഒരു അവസ്ഥാവിശേഷമാണ്. അപ്പോൾ അവസ്ഥാവിശേഷത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആനന്ദം ബ്രഹ്മമാണ് എന്നും, അവസ്ഥാന്തരത്വത്തിൽ ആനന്ദമില്ലായ്മ വന്നു കഴിയുമ്പോൾ ബ്രഹ്മമില്ലാത്തതെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒരാൾ ബ്രഹ്മത്തിലേക്കും പോകുന്നു, ചിലപ്പോൾ ബ്രഹ്മമല്ലാതെയും പോകുന്നു. അത് ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ അന്നം ബ്രഹ്മേതി എന്ന് പറഞ്ഞാൽ അന്നം ബ്രഹ്മമാണ്, ബാക്കിയുള്ളതൊന്നും ബ്രഹ്മമല്ല എന്നുള്ളതിൻ്റെ അർത്ഥം കിട്ടുമല്ലോ. അന്നം ബ്രഹ്മേതി, അഗ്നി ബ്രഹ്മമല്ലല്ലോ, വായു ബ്രഹ്മമല്ലല്ലോ, അന്നമല്ലേ ഇവിടെ ഇപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒന്ന് മാത്രമായിട്ട് അത് മാറും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് പറയുന്നത് ആനന്ദാദേഹ പ്രധാനസ്യ. ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന ശ്രുതികളിൽ ആനന്ദരൂപത്വം, പ്രജ്ഞാനഘനത്വം, പ്രജ്ഞാനഘന എന്നുള്ള പ്രയോഗം നമുക്ക് മാണ്ഡൂക്യത്തിൽ കാണാം. സർവാത്മത്വം അത് എല്ലായിടത്തും കാണുന്നതാണ്. സർവഗതത്വം എല്ലായിടത്തും കാണുന്നത്. സർവത്ര മറ്റേ ഇതിനകത്തുണ്ടല്ലോ, നമ്മുടെ ഗീത 13-ാം അധ്യായത്തിൽ ഉത്തമ പുരുഷസ്തന്യ എന്ന ത്വന്യഹ എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെങ്കിൽ പരമാത്മേത്യുദാഹൃത
യോ ലോകത്രയമാവൃത്യ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിലാണെങ്കിൽ യോ ലോകത്രയം എന്ന് പറയുമ്പോൾ സർവഗതത്വം, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ. മുതലായവ ബ്രഹ്മധർമ്മങ്ങൾ ഇവയൊക്കെയാണ്. ഈ ബ്രഹ്മത്തിനെ കുറിച്ചാണല്ലോ, ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ലാതെ മറ്റൊരാളുടെ ധർമ്മമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പം ധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തോട് ചേർത്ത്, ബ്രഹ്മശബ്ദത്തോട് ചേർത്തതായിട്ട് പറയുന്നു, അല്ലാതെ എവിടെ പറഞ്ഞാലും ബ്രഹ്മത്തെ നിർഗുണം എന്നുള്ളതല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം പല രീതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു രീതി മാത്രമേ പറയാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ശബ്ദത്താൽ അത് തീർന്നു. പിന്നീട് മുഴുവനും നാട്ടുകാരെങ്ങനെ ചെയ്യണം, വീട്ടുകാരെങ്ങനെ ചെയ്യണം, ഒരു മനുഷ്യൻ നടക്കുന്നത് ഇരിക്കുന്നത് കുളിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. ബ്രഹ്മം നിർഗുണമാണ്, ഇനിമേൽ ബ്രഹ്മത്തെക്കുറിച്ചൊന്നും പറയേണ്ട, അത് ക്ലോസ്. പിന്നെ ബാക്കിയുള്ളത് പിന്നെ അതും വെച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന്, നാട്ടുകാരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലല്ലോ ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള മനുഷ്യരെന്ത് ചെയ്യണമെന്നുള്ളത് അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ബ്രഹ്മം എങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കാനുള്ള ശ്രമമാണ് സർവത്ര ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ശബ്ദം അങ്ങനെ വരുമ്പോൾ അവിടെ ബ്രഹ്മത്തെ സഗുണമായിട്ടും നിർഗുണമായിട്ടും കാണിച്ചിട്ടുണ്ട്. അതും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു ബ്രഹ്മത്തെ, ഇപ്പം നിർഗുണ ബ്രഹ്മത്തെ തന്നെയാണ് എങ്ങനെ നിങ്ങൾക്ക് ആനന്ദം ബ്രഹ്മ, സത്യം ബ്രഹ്മ, ജ്ഞാനം ബ്രഹ്മ, അതായത് പ്രജ്ഞാനഘനം ബ്രഹ്മ, ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുക? അങ്ങനെ വിശേഷണങ്ങൾ വ്യത്യസ്തമായിട്ട് ബ്രഹ്മത്തിന് പ്രയോഗിക്കുന്നത് ശരിയാണോ? ഇത്തരത്തിലൊക്കെ സംശയങ്ങളുണ്ടാവാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്രഹ്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദം ബ്രഹ്മ എന്ന് ഒരിടത്ത് പറഞ്ഞിരിക്കുകയാണ്, മറ്റൊരിടത്ത് സത്യം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദം തന്നെയാണ് സത്യം ബ്രഹ്മ എന്ന് പറയുന്നിടത്തും അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന രീതിയിൽ കണ്ടുകൊള്ളണം എന്ന് സാരം. അതായത് പൂർവപക്ഷികൾ പറയുന്നതാണ്, എവിടെ എത്ര ധർമ്മം പറയപ്പെട്ടിരിക്കുന്നു അവിടെ അത്ര മാത്രം ധരിച്ചാൽ മതിയെന്ന്. അതായത് സത്യം ബ്രഹ്മ എന്ന് പറയുന്നിടത്ത് മാത്രം സത്യം ബ്രഹ്മമാണ് എന്നുള്ളത്, ബ്രഹ്മം സത്യമാണ്, അല്ലെങ്കിൽ അത് തമ്മിൽ ഒരു സത്യവും ബ്രഹ്മവും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സത്യം ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്, അപ്പോൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും സത്യം അത് ബ്രഹ്മമാണെന്ന്, വാക്കിലുള്ള സത്യമാണ് ബ്രഹ്മം എന്നുള്ള രീതിയിൽ അർത്ഥം വ്യാഖ്യാനിച്ച് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു പോകും. പിന്നെ ബ്രഹ്മം സത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ സത്യം എന്ന് പറയുന്ന ശബ്ദത്തിന് സ്വന്തം അസ്തിത്വമില്ലാതെ ഒരു വിശേഷണമായിട്ട് ഘടം സത്യമാണ്, അത് കാണുന്നത് കൊണ്ട്, പക്ഷേ കാണാത്തതൊന്ന് സത്യമല്ല എന്നൊക്കെയുള്ള രീതിയിൽ ആ രീതിയിൽ എടുക്കുക. അതായത് ദൃഷ്ടിഗോചരമായതിന് സത്യത്വം കൊടുക്കുകയും കാരണമായിട്ടുള്ളത് ഒരു വ്യക്തിക്ക് അറിയാത്തത് കൊണ്ട് അതിൽ അസത്യത്വ ആരോപണം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. ആ തരത്തിൽ നമ്മൾ ഈ സത്യത്തിനെ നമ്മൾ സോപാധികമായിട്ടാണ് എപ്പോഴും കണ്ടിരിക്കുന്നത്. നിരുപാധികമായ സത്യം എന്ന് പറയുന്നത്, നിർഗുണം എന്ന് പറയുന്നതൊക്കെ പോലെ തന്നെയാണ് അസ്തിത്വമില്ലാത്തതായിട്ട് വരും. അപ്പോൾ അസ്തിത്വമുള്ളതായിട്ട്, ഏതെങ്കിലും വിധത്തിൽ അസ്തിത്വമുള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന ഒരു വിശേഷണ ശബ്ദം എന്ന രീതിയിലാണ് നമ്മൾ സത്യത്തെ പ്രയോഗിക്കുന്നത്. ആ ഒരു പ്രയോഗം കൊണ്ട് ബ്രഹ്മത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഇപ്പം സത്യം എന്ന് പറയുന്നത്, ബ്രഹ്മമുണ്ട് എന്നുള്ളത് സത്യമെന്ന് സ്ഥാപിക്കണമെങ്കിൽ ബ്രഹ്മബോധം ഉണ്ടാവണം. ഇനി സത്യത്തിന് അങ്ങനെ തന്നെ ഒരു അസ്തിത്വം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സാമാന്യ ബുദ്ധി സമ്മതിക്കത്തുമില്ല. കാരണം സത്യത്തിന് എപ്പോഴും ഒന്നിൻ്റെ വിശേഷണം എന്നുള്ള രീതി, വിശേഷണം എന്ന പോലെ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രയോഗം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പൂർവപക്ഷികൾ പറയുന്നത്, എവിടെ ഏത് ധർമ്മം പറഞ്ഞിരിക്കുന്നോ അവിടെ അത് എത്രയും മാത്രം എടുത്താൽ മതി. സത്യം ബ്രഹ്മ എന്ന് പറയുന്നിടത്ത് ബ്രഹ്മത്തിൻ്റെ സത്യമായിട്ട് അങ്ങ് എടുത്താൽ മതി, അതിൽ കൂടുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന്. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നാണ് പൂർവപക്ഷികൾ പറയുന്നത്. അത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഉപനിഷത്തും ബ്രഹ്മസൂത്രമൊക്കെ പഠിക്കുന്നത്. ഒന്നും ചിന്തിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? അന്നവസ്ത്രാദി മുട്ടാതെ തന്നുരക്ഷിച്ച് ഞങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പ്രാർത്ഥന, രാവിലെ വൈകുന്നേരം ഒരു പ്രാർത്ഥന നടത്തിയിട്ട് പിന്നെ അന്നന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണുള്ളത് വെച്ചാൽ അത് ചെയ്തു പോകുക എന്നുള്ളത്. അപ്പോൾ ഒരു സാധാരണ ഒരു സദ്വൃത്തൻ്റെ ജീവിതം പാലിക്കുന്നവർക്ക് അത് മതി. അതേസമയം വിശേഷകരമായിട്ട് പഠിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ വിശേഷണ ശബ്ദങ്ങൾ അവിശേഷമായിട്ടാണോ വിശേഷണമായിട്ടാണോ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചോദ്യം ചെയ്യണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിക്കും ഏത് അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു, അർത്ഥരഹിതമായിട്ട് വേദത്തിലെ പ്രയോഗങ്ങൾ അർത്ഥരഹിതമായിട്ട് അല്ലെങ്കിൽ ഗൂഢാർത്ഥമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കടന്നു പോകേണ്ട കാര്യമില്ല.
അർത്ഥം ഏത് വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞ് പോയാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ് ഈ ബ്രഹ്മസൂത്രത്തിലൂടെ ഈ ശബ്ദങ്ങളുടെ എല്ലാം ഒരു വിചിന്തനം നടത്തി പോകുന്നത് എന്ന് സാരം. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിഷേധിക്കുന്ന വാക്യങ്ങളുണ്ടെങ്കിൽ, ഒരേ അർത്ഥത്തെ ഒരേ വസ്തുവിന്മേൽ തന്നെ നിഷേധിക്കുന്ന ശബ്ദങ്ങളുണ്ടെങ്കിൽ അവ പോലും ഇവിടെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ ഈ മുൻഭാഗത്തൊക്കെ കാണുകയുണ്ടായി. അതായത് ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഗുസ്തി പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ബ്രഹ്മസൂത്രം തുടങ്ങുന്നതെന്നർത്ഥം. മനസ്സിലാണെങ്കിൽ നമ്മൾ ഈ വിഷയങ്ങളെ എടുത്തിടുക, എന്നിട്ട് അതിൻ്റെ അർത്ഥം ശരിയായിട്ട് കാണുക എന്നുള്ളത്. അതായത് ചുരുക്കത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഉപനിഷത്തുകളും ശ്രുതികളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവ്യക്തമായ ഒരു ബ്രഹ്മത്തിനെ ഒരു ശബ്ദം കൊണ്ട് ഒരു ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് കർമ്മവിധികളും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ബ്രഹ്മത്തിനെ സേവിക്കുന്നതോ അല്ലെ ഉപാസിക്കുന്നതിനോ ഒക്കെ പൂജിക്കുന്നതിനും ഒക്കെ തുല്യമായിട്ടാണ്, ആരാധിക്കുന്നതിനൊക്കെ തുല്യമായിട്ടാണ്, അതുകൊണ്ട് നടന്നോളും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പദ്ധതിയല്ല എന്ന് സാരം. ബ്രഹ്മത്തെ അറിയാനാണ് പറഞ്ഞിരിക്കുന്നത്, ഉപാസിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഉപായം എന്ന രീതിയിലാണ് ഉപാസിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ വ്യത്യാസം. ബ്രഹ്മത്തെ അറിഞ്ഞാൽ മതി, പിന്നെ വേറൊന്നും ചെയ്യേണ്ടതില്ല. അറിയാൻ പ്രയാസമായത് കാരണം അറിയാൻ വേണ്ടിയിട്ടുള്ള സഹായമെന്ന രീതിയിലാണ് ഉപാസിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉപാസനയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ വ്യക്തിവിശേഷത്തിനനുസരിച്ചിട്ടുള്ള ഉപാസനാ വിശേഷണങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. അതായത് രജോ ഗുണാത്മകമായിട്ടും തമോ ഗുണാത്മകമായിട്ടും ഒക്കെ അന്ധക്കരണം നിൽക്കുമ്പോൾ ഒരു സത്വഗുണപ്രധാനമായിട്ടുള്ള ഉപാസനയ്ക്ക് ശ്രമിക്കുമ്പോൾ അവിടെ വരുന്ന തടസ്സങ്ങൾ, മനസ്സ് സമ്മതിക്കാതിരിക്കൽ, ശരീരം സമ്മതിക്കാതിരിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളുണ്ടാകുമ്പോൾ അതിനുള്ള ഉപായങ്ങളും പ്രതിവിധികളും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് പറയാനുള്ളത് പോലെ തോന്നും. അങ്ങനെ ഒരുപാട് പറയുന്നതിനകത്താണ് നമുക്ക് കേട്ട് കഴിയുമ്പോൾ അത് ചെയ്യണോ ഇത് ചെയ്യണോ തുടങ്ങിയിട്ടുള്ള കൺഫ്യൂഷൻ മുഴുവനും ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഇവിടെ ശുദ്ധാന്തകരണമാണ് എന്നുണ്ടെങ്കിൽ അധികം കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. കാരണം അനാവശ്യമാണ് ചില കാര്യങ്ങളെന്ന് ഒരുവന് ബോധ്യമായി കഴിഞ്ഞാൽ അതിൽ നിന്നൊരുവൻ വിട്ടു നിൽക്കുന്നത് പോലെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കേണ്ടതുമില്ല ചെയ്യേണ്ടതുമില്ല എന്നൊരുവന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്മേൽ പോയി ശ്രമിക്കാത്തതുപോലെ ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലെ മോക്ഷനിശ്ചയം ഒരുവന് വന്നു കഴിഞ്ഞാൽ ധർമ്മ അർത്ഥ കാമങ്ങൾക്ക് വേണ്ടിയിട്ട് വേദത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവയിലേക്കൊന്നും മനസ്സ് പോകുന്നുമില്ല, പ്രവർത്തിക്കുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയേണ്ടതും ചെയ്യേണ്ടതിൻ്റെയും അളവ് വളരെയധികം കുറഞ്ഞു കിട്ടും. അങ്ങനെ വളരെയധികം കുറഞ്ഞു കിട്ടിക്കഴിയുമ്പോഴാണ് ഇവിടെ ക്ലേശങ്ങളെല്ലാം അസ്തമിക്കുക എന്ന് പറയുന്നത്. ഈ ക്ലേശങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകൽ തന്നെയാണ് ക്ലേശങ്ങൾ. അതെല്ലാം അസ്തമിക്കുന്നത്. തനൂകൃതമായ പാപങ്ങൾ എന്നുള്ള പ്രയോഗമുണ്ട്. അതായത് പാപക്ഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം പിന്നാലെ പോകുന്നതിനെയാണ് ഈ പാപം എന്ന് പറയുന്നത്. ഇല്ലാത്തത് കൊണ്ടാണല്ലോ പിന്നാലെ പോകേണ്ടി വരുന്നത്. പിന്നാലെ പോകുമ്പോഴാണല്ലോ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. പിന്നാലെ പോയില്ലെങ്കിൽ ദുരിതങ്ങൾ ഉണ്ടാകത്തില്ല. പിന്നെ വന്നു ചേരുന്ന ദുരിതങ്ങൾ, പിന്നാലെ പോകാതെ ഇങ്ങോട്ട് വന്നു ചേരുന്ന ദുരിതങ്ങൾ, ഇങ്ങനെ വരുമ്പോഴാണ് പ്രാരബ്ധായ സമർപ്പിതം സ്വവപു എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകും. ചില ദുരിതങ്ങളെന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോകേണ്ട, ഇരിക്കുന്നിടത്ത് തന്നെ ഈ ഉത്തരം കഴുക്കോല് പൊട്ടി താഴെ വീണുവിൻ്റെ തലയിൽ വീണെന്ന് വരാം. അങ്ങനെ വരുമ്പോഴും ഒരു അടി കൊണ്ട് തലയിൽ ഒരു കമ്പ് കൊണ്ടുള്ള ഒരു അടി കിട്ടിയതുപോലെയുള്ള പ്രതീതി ഉണ്ടല്ലോ. പുറത്തോട്ട് പോയിട്ട് ആരോടെങ്കിലും ഗുസ്തി കൂട്ടിയിട്ട് അവിടുന്ന് ചിലപ്പം തലയ്ക്കൊരു അടി കിട്ടിയെന്ന് വരാം. വെറുതെ ഒരു പഴയ കെട്ടിടത്തിലിരുന്നിട്ട് അവിടുന്ന് മുകളിൽ നിന്ന് വീണിട്ട് തലയ്ക്കടി കിട്ടിയാലും ഫലത്തിലൊന്നു തന്നെയാണെന്നുണ്ടെങ്കിലും ചിലത് ഒഴിവാക്കാൻ പറ്റാത്തതായിട്ട് വന്നു എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ ഈശ്വരോ രക്ഷത എന്ന് പറയുന്നത് ഈശ്വര പ്രാർത്ഥനയിലാണ് നമുക്ക് ആശ്രയമുള്ളത്. കാരണം വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വരുന്നതിന് മുമ്പ് വരെ നമുക്ക് അറിയാമെങ്കിൽ, ചിലത് അറിയാമെങ്കിലും പരിഹരിക്കാൻ പറ്റത്തില്ല. അതായത് മറിയുന്ന വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ഇത് മറിയുന്നു എന്നുള്ളത് കൊണ്ട് അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് വണ്ടി മറിയാതിരിക്കത്തില്ലല്ലോ. അതുപോലെയാണ് ചില പ്രാരബ്ധങ്ങൾ വരുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാമെന്നുണ്ടെങ്കിലും തടയാൻ പറ്റാതെ പോകുന്നു എന്നുള്ളത്. ഈ ഒഴുക്കിൽ പെട്ടുപോകുന്ന പോലെ, ഒഴുക്കിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഒഴുക്കെടുത്തുകൊണ്ട് പോകുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ. ചിലത് അങ്ങനെയാണ്. അങ്ങനെയുള്ളതാണ് ഈ പ്രബല പ്രാരബ്ധം എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ അതൊക്കെ വന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വരുമ്പോഴാണ് ഈ ഉപാസനാഭേദങ്ങളും അതിനകത്തുനിന്ന് വൈവിധ്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ അതിന് ചിലതാണെന്നുണ്ടെങ്കിൽ ഭോഗത്താൽ ക്ഷയിക്കുന്നതായ പ്രാരബ്ധങ്ങളുണ്ട്. ചിലതാണെന്നുണ്ടെങ്കിൽ ഭോഗം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രായശ്ചിത്തം കൊണ്ട് ഒഴിവാക്കി കളയാൻ സാധിക്കുന്ന പ്രാരബ്ധങ്ങളുണ്ട്. ഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സുഖപ്രദം എന്ന് തന്നെ വിചാരിക്കരുത്, ദുഃഖപ്രദവും ഭോഗത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് നമുക്ക് ഈ ഉപാസനാ വൈവിധ്യങ്ങളുള്ളത്. പക്ഷേ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴും ബ്രഹ്മജ്ഞാനമാണ്. ഉപാസനാജ്ഞാനം അത് വേറെ, വേദജ്ഞാനം അത് വേറെ. അപ്പോൾ ഇവിടെ നമുക്ക് ജ്ഞാനം എന്ന് പറയുമ്പോൾ ബ്രഹ്മജ്ഞാനമാണ്. ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ ഈ ബ്രഹ്മത്തിനെ നമ്മൾ പലതരത്തിൽ പലയിടത്തും അറിയുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് സാരം. പക്ഷെ പൂർവപക്ഷികൾ പറയുന്നത് അങ്ങനെയല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതിയെന്ന്. ഇപ്പോൾ ഓംകാരത്തിനെ നമ്മൾ ചാന്തോഗ്യത്തിൻ്റെ ആ ഭാഗത്ത് ഉദ്ഗീതമെന്ന് കണ്ടതുപോലെ എന്നതുപോലെ ബ്രഹ്മത്തിനെ ഏതെങ്കിലും ഒരു വിശേഷണ ശബ്ദത്തോടുകൂടി ഒരിടത്ത് കണ്ടാൽ അപ്രകാരം എടുക്കണമെന്ന് പൂർവപക്ഷികൾ പറയും. പക്ഷേ ഉപാസനാരൂപമായിട്ടല്ല ബ്രഹ്മത്തെ വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പകരം ജ്ഞേയം ബ്രഹ്മ എന്നുള്ള രീതിയിൽ അറിയേണ്ടതായിട്ടാണ്. ഒന്ന് ജ്ഞേയം ബ്രഹ്മ, രണ്ടാമത്തേത് ധ്യേയം ബ്രഹ്മ എന്ന്. ഉപാസിക്കുക എന്ന് പറയുന്നത് ധ്യേയത്തിൽപ്പെടുന്നതാണ്. ഉപാസനാരൂപമായിട്ടോ അറിയപ്പെടേണ്ടതായിട്ടോ വന്നു കഴിഞ്ഞാൽ രണ്ടും രണ്ടാകുന്നു എന്ന് സാരം. ഉപാസിച്ചു കഴിഞ്ഞാൽ ഉപാസകൻ ഉത്കൃഷ്ട ബുദ്ധിയോട് കൂടിയിട്ട് സമീപിക്കുകയാണ് അറിയാത്തതിന്മേൽ. അപ്പോൾ മാത്രമാണ് ഉപാസ്യം എന്ന് പറയുന്നത്. ഈ നികൃഷ്ട വസ്തുവിൽ ഉത്കൃഷ്ട വസ്തു ആരോപണം കൃത്വാ എന്നാണ് ഈ ഉപാസനയിൽ ഒന്നാമത്തെ രീതി തന്നെ അതാണ്. നികൃഷ്ട വസ്തുവായിട്ടുള്ള ദാരു തുടങ്ങിയവയിൽ ഒരു തടിക്കഷണം, അതൊരു നികൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വസ്തു എന്നേ ഉള്ളൂ. അതിൽ ഉത്കൃഷ്ടത്വം ആരോപണം എന്ന് പറയുമ്പോൾ ആ ദാരുവിലെ ദേവിയെ ആവാഹിച്ചു, ദേവനെ ആവാഹിച്ചു. അപ്പോൾ അപ്രകാരം വരുമ്പോഴാണ് നികൃഷ്ട വസ്തുവിന് ഉത്കൃഷ്ട വസ്തു ആരോപണം എന്ന് പറഞ്ഞത്. അങ്ങനെ ആവാഹനം എന്ന് പറയുന്നത് ഒരു ആരോപണമാണ്. ഞാൻ ആവാഹിച്ചിരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പം എന്ന്. അപ്പം ഇദ്ദേഹം ആവാഹിച്ചിരിക്കുന്നു എന്നുള്ള സങ്കല്പം മറ്റുള്ളവരും എടുക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടെ സങ്കല്പം അങ്ങ് ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൂർവ്വത്തിലെ 50 വർഷം മുമ്പ് ആവാഹിച്ചു, 100 വർഷം മുമ്പ് ആവാഹിച്ചു, അങ്ങനെ ആവാഹിച്ചിരുത്തിയിരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പത്തിൽ സ്ഥിരമായിട്ട് ഇരുത്തിയിരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിന് കാലാകാലമായിട്ട് ആൾക്കാരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ പോകുന്ന പോക്ക് ആർക്കെങ്കിലും ഗുണം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന രീതിയിലാണ് അവിടെ ഇപ്രകാരം ആവാഹിച്ചു വെച്ചിരിക്കുന്നുള്ള സങ്കല്പവും. ആവാഹനത്തോടൊപ്പം ആരെങ്കിലും ഉപാസകന്മാരുണ്ടെങ്കിൽ ഉപാസകന്മാർ അനുഷ്ഠിക്കേണ്ടതായ ചില വിധികളും, പിന്നീട് ഈ ആവാഹിച്ച ഒരാളെ ഇരുത്തിക്കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ആവാഹിക്കപ്പെട്ട മൂർത്തിക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾ വന്നു ചേരുമല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഹിതകളും എല്ലാം ഉണ്ടാക്കി ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയെല്ലാം ഉപാസനയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ബ്രഹ്മത്തിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഉപാസനകൾ സാധ്യമല്ല, നിർഗുണത്വാത് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ആനന്ദമയ അഭ്യാസാത് എന്ന് ബ്രഹ്മസൂത്രം 1:1-12 പറഞ്ഞിരിക്കുന്നതാണ്. പ്രിയശിരസ്ത്വാദികൾ ബ്രഹ്മധർമ്മങ്ങളല്ല കോശധർമ്മങ്ങളാണിവയെന്ന് ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രിയം, മോദം, പ്രമോദം എന്ന രീതിയിൽ ആനന്ദമീമാംസ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ആനന്ദം ബ്രഹ്മ എന്നുള്ളിടത്ത് അത് ആനന്ദമാണ് ബ്രഹ്മ. പിന്നെ ആനന്ദത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ നമുക്ക് കിട്ടുന്ന ലൗകിക ആനന്ദത്തെ വെച്ചുകൊണ്ട് ആനന്ദം, പ്രിയം, മോദം, പ്രമോദം, ഇത് ആനന്ദത്തിൻ്റെ 3 ഭാഗങ്ങളാണെന്ന രീതിയിൽ നമുക്ക് തൈത്തിരീയോപനിഷത്തിൽ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ സമാധാനം ബ്രഹ്മത്തിനെ ഈ പ്രിയമായിട്ടും മോദമായിട്ടും പ്രമോദമായിട്ടും പിന്നെ ആനന്ദമായിട്ടും കാണുക എന്നുള്ള രീതിയിലല്ല. പകരം അവിടെ ആനന്ദത്തിൻ്റെ ബ്രഹ്മധർമ്മങ്ങളല്ല കോശധർമ്മങ്ങളാണ് എന്ന് ബൃഹദാരണ്യം സൂത്രം 1:1-12 വ്യക്തമായിട്ടുണ്ട്. അതായത് ആനന്ദമയ കോശധർമ്മങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രിയം, മോദ, പ്രമോദം തുടങ്ങിയിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ബ്രഹ്മത്തിൻ്റെ ധർമ്മമായിട്ട് എടുക്കാൻ പാടില്ല എന്ന്.
അപ്പോൾ ഇതിനകത്ത് ആനന്ദം ബ്രഹ്മ, ആനന്ദമാണ് ബ്രഹ്മം. ആനന്ദത്തിന് ഈ അവയവങ്ങൾ ഭേദങ്ങളുണ്ട്, അതായത് പ്രിയം മോദം പ്രമോദം ഉണ്ട്. അതുകൊണ്ട് ബ്രഹ്മത്തിന് പ്രിയം മോദം പ്രമോദം എന്ന് പറഞ്ഞുകൊണ്ട് അല്പബ്രഹ്മം, പിന്നെ അല്പവും കൂടെ കുറച്ച് കൂടിയ ബ്രഹ്മം. അതായത് ആനന്ദാനുഭവം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഈ ബ്രഹ്മപ്രാപ്തിയിൽ ആദ്യത്തെ ആനന്ദപ്രാപ്തി എന്ന് പറയുന്നത് ഒരല്പമായിരിക്കും. പിന്നീട് ആനന്ദപ്രാപ്തി എന്ന് പറയുന്നത് പിന്നെയും കൂടി വരുന്നു. ഇങ്ങനെ അതിശയകരമായ ആനന്ദപ്രാപ്തിയിലെത്തിക്കഴിയുമ്പോൾ പിന്നൊന്നുമില്ല. ആ തരത്തിൽ പിന്നെ വീണ്ടും വേണമെങ്കിൽ തിരിച്ച് വീണ്ടും മോദത്തിലേക്ക് വരാം, പിന്നെ പ്രമോദത്തിലേക്ക് വരാം. അതായത് ബ്രഹ്മപ്രാപ്തിയോടുകൂടി, അതായത് മുക്തനായില്ല, ബ്രഹ്മപ്രാപ്തിയിലുള്ള മുക്തൻ ഈ ബ്രഹ്മത്തോട് ഇടയ്ക്ക് ബ്രഹ്മത്തിൻ്റെ പ്രിയരൂപത്തോടും ചിലപ്പോൾ മോദരൂപത്തോടും ചിലപ്പോൾ പ്രമോദരൂപത്തോടും ഒക്കെ കൂടിയവനായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണെന്നർത്ഥം. അല്ലാതെ ഇത്രയും പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാനല്ല, അതൊക്കെ തെറ്റാണ്. അതെല്ലാം ആനന്ദമയ കോശത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ പഞ്ചകോശ വിവേകം നമുക്ക് ഈ തൈത്തിരീയ ഉപനിഷത്തിനകത്തുണ്ട്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് പറയും. അവിടെ ആനന്ദമയത്തിന് ഈ 5 കോശങ്ങളിൽ ഒന്നായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഉപാധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഉപാധിസ്ഥ ചൈതന്യം ആയിട്ടുള്ള പരബ്രഹ്മത്തിനെക്കുറിച്ച് അല്ല എന്ന് സാരം. പിന്നെ ഉപാധിസ്ഥ ചൈതന്യം അല്ല പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ, ഉപാധിസ്ഥ ചൈതന്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ചൈതന്യത്തെ തന്നെയാണ്. അല്ലാതെ ചൈതന്യം സോപാധികവും നിരുപാധികവും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഉപാധിയോടൊപ്പം ചൈതന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് നിത്യോപാധിയുക്തനാണ് ചൈതന്യം എന്നുള്ളതല്ല, ഒരു കാലത്തും ഉപാധിയുക്തനല്ല ചൈതന്യം എന്നുള്ളതാണ്. അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകരുത്. അതായത് അഗ്നി ഈ തണുത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു, വെള്ളത്തിലോട്ട് അഗ്നി സംവേശിച്ചാൽ അഗ്നി പ്രവേശിച്ചിരിക്കുന്ന വെള്ളം ചൂടുവെള്ളം ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ അഗ്നി ചൂടുവെള്ളമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഈ അഗ്നി ഇപ്പോൾ വെള്ളത്തിലുള്ള അഗ്നിക്ക് ഈ വെള്ളത്തിൻ്റെ നനവും കൂടെ കിട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നനയ്ക്കാനുള്ള സാമർഥ്യം വെള്ളത്തിനുണ്ട്, അഗ്നിക്കാണെങ്കിൽ ചൂടുമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളത്തിലേക്ക് അഗ്നി പ്രവേശിച്ചപ്പോൾ വെള്ളത്തിന് നനയ്ക്കാനുള്ള സാമർഥ്യം അഗ്നിക്ക് അങ്ങോട്ട് കൊടുത്തു, അഗ്നിക്ക് ഈ ചൂടാക്കാനുള്ള സാമർഥ്യം അത് വെള്ളത്തിനും കൊടുത്തു എന്നുള്ള പരസ്പര ധർമ്മം കൈമാറ്റൽ അങ്ങനെയൊന്നും ഇവിടെ സാധ്യമല്ല എന്ന് സാരം. ഇവിടെ ഈ അഗ്നിയും വെള്ളത്തിനും സാധ്യമല്ല. കാരണം അഗ്നിക്ക് വെള്ളത്തിൽ കയറിയിട്ട് നനയ്ക്കാനൊന്നും പറ്റത്തില്ല, അതെപ്പോഴും ജലധർമ്മം തന്നെയാണ് എന്ന് സാരം. വെള്ളത്തിന് ഒരിക്കലും ഒരാളിനെ തപിപ്പിക്കാനും പറ്റത്തില്ല, അതെപ്പോഴും അഗ്നിധർമ്മമാണ് എന്ന് സാരം. അതുപോലെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധർമ്മങ്ങളൊന്നും കൈമാറ്റം ചെയ്യാൻ സാധ്യമല്ലാത്തതുപോലെ ഇവിടെ ഉപാധിധർമ്മമായ പ്രിയമോദ പ്രമോദങ്ങൾ ബ്രഹ്മത്തിലേക്ക് ആരോപിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഇതരേ ത്വർത്ഥസാമാന്യ ഇതരേ തു ആനന്ദാദി മറ്റു ഗുണങ്ങളോ അർത്ഥസാമാന്യ പ്രതിപാദ്യ ബ്രഹ്മസ്വരൂപമാകിയാൽ എല്ലാ ദിക്കിലും ഇവയെ സ്വീകരിക്കണം എന്ന് സാരം. സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ തുടങ്ങിയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും അത് ഒരേപോലെ തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് സാരം. അതായത് ഇവിടെ നമ്മൾ ഈ സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്നുള്ളിടത്ത് ഈ വിശേഷണ വിശേഷി സംബന്ധമാണോ ഉള്ളത്? മുമ്പേ നമ്മൾ ഓംകാരവും അതേമാതിരി ഉദ്ഗീതവും തമ്മിൽ കണ്ടല്ലോ. ഒന്ന് വിശേഷണവും ഒന്ന് വിശേഷ്യവുമാണെന്ന് കണ്ടു. ഓംകാരം വിശേഷ്യവും ഉദ്ഗീതം വിശേഷണവുമാണെന്ന് കണ്ടു. അത് അവിടെ മാത്രം പ്രസക്തമാണെന്ന് കണ്ടു. സത്യം ബ്രഹ്മ, ജ്ഞാനം ബ്രഹ്മ, അനന്തം ബ്രഹ്മ ഇങ്ങനെയുള്ളതിനകത്ത് ഈ വിശേഷണ വിശേഷി സംബന്ധമാണോ ഉള്ളത് എന്ന്. അപ്പോൾ ഒന്ന് വിശേഷണമായിരിക്കണം, ഒന്ന് വിശേഷ്യമായിരിക്കണം. അപ്പം വിശേഷണവും തന്നെ വിശേഷിയും തമ്മിലായി കഴിഞ്ഞാൽ അതിപ്പോൾ എങ്ങനെയാണ് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്നൊരു വിചാരം, എന്നൊരു തർക്കമാണ് തൈത്തിരീയ ഉപനിഷത്തിൽ നമുക്ക് അവിടെ സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ എന്ന ഭാഗത്ത് അവിടെ വിശദമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ തമ്മിൽ എന്താണ് അവിടെ ഉള്ളത്, വിശേഷണ വിശേഷി സംബന്ധമുണ്ടോ എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ചർച്ച പോയിരിക്കുന്നത്. അത് നമുക്ക് പിന്നീട് സമയത്ത് കാണാം. ബ്രഹ്മസ്വരൂപത്തെ ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രുതി ഉപദേശിക്കുന്ന ആനന്ദാദിധർമ്മമുള്ള ബ്രഹ്മം ഏകമാകയാൽ സർവത്ര ധർമ്മങ്ങളെ ചേർത്തുപാസിക്കണം എന്ന്.
സ്വരൂപബോധം ഉണ്ടാവാൻ മാത്രമാണ് ആനന്ദാദി ധർമ്മങ്ങളെ ഉപദേശിച്ചിരിക്കുന്നതെന്ന് സാരം. അതായത് നമുക്ക് ഇവിടെ ബ്രഹ്മബോധം ഉണ്ടാകുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രപ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്ന് എടുക്കേണ്ടതുള്ളൂ. ആധ്യാനാധികരണം ആധ്യാനായ പ്രയോജനാഭാവാത്. അപ്പം ഇവിടെ ഇനിയിപ്പോൾ എടുത്തിരിക്കുന്നത് കഠോപനിഷത്തിനെയാണ് എടുത്തിരിക്കുന്നത്. കഠോപനിഷത്ത് 1:3-10. ധ്യാനിപ്പാനുള്ള മുഖ്യാത്മസ്വരൂപത്തെ നിർണയിക്കുന്ന വാക്യാരംഭത്തിൽ ഇന്ദ്രിയാദികളെക്കുറിച്ച് പറയുന്നത് ആത്മാവിനെ കാട്ടിക്കൊടുക്കാനുള്ള ഉപായമായിട്ടാണ്. അപ്പം നമുക്ക് ഇവിടെ ഈ സാധനാക്രമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത അർത്ഥേഭ്യശ്ച പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠ സാ പരാഗതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പരമാത്മാവിനെ പുരുഷനെ കാണിക്കുന്ന അവസാനം പുരുഷനെ കാണിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അപ്പോൾ ഈ മന്ത്രത്തിൽ അവിടെ ഉദ്ദേശം എന്താണ്? ഇന്ദ്രിയേഭ്യ പരാഹർത്ത അർത്ഥേഭ്യശ്ച പരം മനഃ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിൻ്റെയും ശ്രേഷ്ഠത്വം കാണിക്കാനാണോ ലക്ഷ്യമിട്ടിരിക്കുന്നത്? അതായത് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ട് അതിൻ്റെ മഹിമ പറയാൻ വേണ്ടിയിട്ടാണോ അതോ പരമാത്മാവിൻ്റെ മഹിമ പറയാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവിനെ കാണിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അവയെ ധ്യാനിച്ചിട്ട് കാര്യമില്ല എന്ന്. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത. അപ്പോൾ നമ്മൾ ധ്യാനിക്കുക എന്ന് ഇന്ദ്രിയങ്ങളെക്കാൾ ഉപരിയായിട്ടാണ് അർത്ഥങ്ങൾ, വിഷയങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ കേട്ടിരിക്കുന്ന വിഷയങ്ങളെക്കാളും സൂക്ഷ്മമാണ് ഇന്ദ്രിയങ്ങൾ. പക്ഷെ ഇവിടെയാണെന്നുണ്ട് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത എന്നാണ്. ഇന്ദ്രിയങ്ങളെക്കാളും പരമാണ്, സൂക്ഷ്മമാണ് വിഷയങ്ങൾ. കാരണം എന്തുകൊണ്ട്? വേറൊന്നും കൊണ്ടല്ല, ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങൾ അന്ധഃകരണത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണല്ലോ നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങൾ അന്ധഃകരണത്തിൽ മനസ്സിൽ പ്രവേശിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ദ്രിയങ്ങളെക്കാളും സൂക്ഷ്മമായിരിക്കണമല്ലോ. എന്തിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുവോ അതിനെയാണ് സൂക്ഷ്മമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ദ്രിയങ്ങളെക്കാളും സൂക്ഷ്മമെന്ന് പറയുന്നത് യോജിതം തന്നെയാണ്. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത അർത്ഥേഭ്യശ്ച പരം മനഃ എന്ന് പറയും. അപ്പം അർത്ഥങ്ങൾ, വിഷയങ്ങൾ വന്നു. അപ്പോൾ അന്ധഃകരണത്തിൽ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ വിഷയത്തിൻ്റെയും പിന്നെ അന്ധഃകരണം മനസ്സിനെയും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം വിഷയങ്ങളെക്കാളും സൂക്ഷ്മത്വം മനസ്സിന് കൊടുത്തിരിക്കുന്നു എന്ന് സാരം. എന്നിട്ട് പിന്നെ അതിൻ്റെ ക്രമമായിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പം ഇവിടെ ഈ സാ കാഷ്ഠ സാ പരാഗതി എന്ന് പറഞ്ഞുകൊണ്ട് പരമാത്മാവിന് എന്ന് പറയുന്നിരിക്കുന്ന ഈ പുരുഷനെ അറിഞ്ഞു കഴിഞ്ഞാൽ സകലത്തിൻ്റെയും അവധി, അതാണ് സാ കാഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നത്, സകലത്തിൻ്റെയും അവധി. ആ വാക്യങ്ങളിൽ ഉണ്ടാകുന്ന എതിർവാക്യങ്ങളെ പരിഹരിച്ച് ആത്മാവ് തന്നെ ധ്യേയം എന്ന് നിർണയിക്കുകയാണ്. അതായത് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത അർത്ഥേഭ്യശ്ച പരം മനഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ധ്യാന പദ്ധതി കിട്ടും. അപ്പോൾ ആ ധ്യാന പദ്ധതിയിലൂടെ കടന്നു പോവുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ലക്ഷ്യം എന്ന് സാരം. ആധ്യാനായ പ്രയോജനാഭാവാത് എന്ന് 14ാമത്തെ സൂത്രം പറയുന്ന ഇതാണ്. ആധ്യാനായ, ആത്മാവിനെ ധ്യാനിച്ച് സമ്യജ്ഞാനം ഉണ്ടാവാനുള്ള മാർഗത്തെ കാണിപ്പാനാകുന്നു ഇന്ദ്രിയാദികൾ ഓരോന്നും മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇന്ദ്രിയങ്ങളെ ധ്യാനിക്കാനുള്ളതല്ല എന്ന്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് സാരം. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത അർത്ഥേഭ്യശ്ച പരം മനഃ എന്നുള്ള പ്രയോഗത്തിൽ പുരുഷനേക്കാൾ ശ്രേഷ്ഠത്വമുള്ള വസ്തു യാതൊന്നുമില്ല എന്നത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്ന് സാരം. അതായത് പുരുഷ എന്ന് പറയുമ്പോൾ ഒരു ആത്മാവായി, ആത്മാവിനേക്കാളും പരമായിട്ട് മറ്റൊന്നും ഉപാസ്യമായിട്ട് യോഗ്യതയുള്ളതായിട്ട് ഒന്നുമില്ല എന്ന് സ്ഥാപിച്ചു എന്ന്. അപ്പോൾ ആദ്യത്തെ പ്രയോഗം തന്നെ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത അർത്ഥേഭ്യശ്ച പരം മനഃ എന്നതിലൂടെ നമ്മൾ അറിയപ്പെടുന്ന സകലതും പിന്നെ ബുദ്ധിക്ക് മനസ്സിന് സങ്കല്പിക്കാൻ സാധിക്കുന്ന സകലതും കവർ ചെയ്ത് കഴിഞ്ഞു എന്നതും കൂടെ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കണം. എങ്ങനെ ഇന്ദ്രിയ
ഇന്ദ്രിയങ്ങളുടെ മുന്നിൽ എന്ന അർത്ഥത്തിൽ വരാൻ സാധ്യമായിട്ടുള്ള സകലതും ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത എന്നുള്ളത് ആയി. ഇപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഭഗവാൻ എൻ്റെ മുന്നിൽ വന്നു എന്ന് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത, ഭഗവാനായി ആയതുകൊണ്ട് ഒരു എന്താണ് ഈ ഒരു എക്സെപ്ഷൻസ് അങ്ങനെ ചിലതുണ്ടല്ലോ. ഈ എല്ലാവർക്കും ഈ വാതിൽ എല്ലാവർക്കും കടന്നു പോകാൻ പറ്റത്തില്ല. ഈ ഇതിനകത്ത് നിന്ന് 1000 രൂപയുടെ ചീട്ടെടുത്തവർക്ക് മാത്രം കടന്നു പോകത്തക്ക തരത്തിൽ അവർ വരുമ്പോൾ മാത്രം ഇതൊന്ന് പൊക്കി കൊടുക്കും. അപ്പോൾ അവരിങ്ങനെ തല ഊണ്ട് അതിലേക്ക് കിടക്കും. പിന്നെ അടുത്ത 1000 രൂപയുടെ കുറിപ്പും കൊണ്ട് അടുത്ത ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇവരൊന്ന് പൊക്കി കൊടുക്കും. അപ്പം തലേ ഊർന്ന് കിടക്കുക. ഇപ്രകാരമുള്ള പ്രയോഗങ്ങൾ ഒന്നും ഇവിടെ ഇല്ല എന്ന് സാരം. അപ്പോൾ അതുകൊണ്ട് ഇവിടിപ്പോൾ എങ്ങനെയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ വിഷയമായിട്ട് എന്തു വന്നു കഴിഞ്ഞാലും അത് അല്പമാണ്, തുച്ഛമാണ്. പിന്നെ ഭഗവാൻ എന്നുള്ള പേരോട് കൂടിയിട്ട് വന്നാൽ കടത്തിവിടുന്നു, ശ്രേഷ്ഠമായിട്ട് കടത്തിവിടുന്നു. അങ്ങനെ എടുക്കരുതെന്നർത്ഥം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത അർത്ഥേഭ്യശ്ച പരമനഃ എന്നതിലൂടെ ഒരു ഈശ്വര രൂപത്തെ സങ്കല്പിച്ചോ സങ്കല്പിക്കാതെയോ ഈശ്വര രൂപമെന്ന് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഈശ്വരനാണ് എന്ന ബോധ്യം നമുക്ക് ഉള്ള രീതിയിൽ ഏതെങ്കിലും ഒരു രൂപം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രത്യക്ഷപ്പെട്ട രൂപം ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമായി കഴിഞ്ഞാൽ, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞാൽ കണ്ണിന്, വേറെ ഇന്ദ്രിയങ്ങൾക്ക് കാഴ്ച ശക്തിയില്ല. കണ്ണിൻ്റെ മുന്നിൽ ഒരു രൂപം വന്നിട്ട് ഞാനാണ് ഈശ്വരൻ, എന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത അർത്ഥേഭ്യശ്ച പരമനഃ, അതായത് ഇവിടെ ഈശ്വര ശബ്ദവും കൂടെ ചേർത്തുകൊണ്ട് ഒരു രൂപം വന്നാൽ ഈ ആ വിശേഷകരമായിട്ടുള്ള രൂപം വന്നാൽ പോലും, വിശേഷകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് ഞാനെന്ന രീതിയിൽ ആരെങ്കിലും മുന്നോട്ട് വന്നാലും അതേതാണ് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത അർത്ഥേഭ്യശ്ച പരമനഃ എന്നത് നിൽക്കണം എന്നർത്ഥം. എന്നിട്ട് പിന്നെ എവിടെയാണ് ഇപ്പോൾ ഈശ്വരനെ പോയി കാണേണ്ടതെന്നർത്ഥം. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്തയിൽ അവിടെ ആ മേഖലയിലല്ല ഈശ്വരത്വം നിൽക്കുന്നത്. അർത്ഥേഭ്യശ്ച പരമനഃ മനസ്സസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹതഃ പരമവ്യക്തം, അവിടെ നിൽക്കുന്നില്ല. മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ, അവ്യക്തം വരെ പോയിട്ട് അവ്യക്തത്തിനും പരമായിട്ട്, അവ്യക്തം വരെ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി അവ്യക്തത്തിൽ കൊണ്ട് നിർത്തണം എന്ന് സാരം. നമ്മുടെ ബുദ്ധി അവ്യക്തത്തിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ബുദ്ധി സാധ്യമല്ല. കാരണം അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജ്ഞേയത്വം എന്നുള്ളതാണ്, അറിയപ്പെടുക എന്നുള്ള രീതിയിൽ നമുക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഇത് ബുദ്ധിയല്ല എന്ന്, അതായത് അറിയപ്പെടേണ്ടതായ ബ്രഹ്മം ബുദ്ധിയല്ല എന്നറിയുമ്പോൾ ബുദ്ധിയെ കടന്നുപോയി എന്നുള്ളത്. ബുദ്ധിയിലുള്ളതുമല്ല ബുദ്ധിയുമല്ല, ഇങ്ങനെയാണ് അറിയേണ്ടത്. മനസ്സിലുള്ളതുമല്ല മനസ്സുമല്ല, ഇപ്രകാരം അറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാതാവിലെത്തുന്നു. ജ്ഞാതാവിലല്ലാതെ മറ്റൊരിടത്തും പോയിട്ടെത്താൻ സാധ്യമല്ലാതെ എത്തിക്കഴിയുമ്പോഴാണ് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത അർത്ഥേഭ്യശ്ച പരമനഃ. കാരണം ഇത് പൂർണ്ണമായിട്ട് അകത്തേക്ക് തന്നെയുള്ള പോക്കായിട്ട് മാറുന്നു. അതല്ല ഒരിക്കലും എന്ന് പറയുന്നത് ഇന്ദ്രിയ വിഷയമായിട്ടോ മനോവിഷയമായിട്ടോ ബുദ്ധി വിഷയമോ ആയിട്ട് അല്പമായി മാറുന്നില്ല. അതിനെല്ലാം അല്പത്വം വരുന്നു എന്നർത്ഥം. ഒരു പാത്രത്തിൽ നമ്മളൊരു കടുകുമണി ഇട്ട് കഴിഞ്ഞാൽ ഒരു പിടി അരി ഇട്ട് കഴിഞ്ഞാലും പാത്രത്തിനുള്ളിൽ ഉൾക്കൊള്ളുന്നതാണ്. അതിനകത്ത് ഒന്നിനേക്കാളും ശ്രേഷ്ഠം മറ്റൊന്നാണ്. അല്ലെങ്കിൽ അതിനകത്തൊരു വലിയ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ, വലിയ പാത്രത്തിൽ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കിടക്കുന്ന കടുകിനേക്കാളും എത്ര ഉത്കൃഷ്ടമുണ്ട് മാങ്ങയ്ക്ക് എന്ന് പറയുന്നത് പോലെ ഭാവന കൊണ്ട് വിശേഷ രൂപത്വം ഉണ്ടാക്കിയിട്ട് ഈശ്വരത്വം ആരോപിച്ചിട്ട് അവിടെ ഈ വിശേഷ രൂപത്തിലുള്ള ഈശ്വരന് മനസ്സിൽ വിശേഷകരത്വം കൊള്ളതിനാൽ, വലിയ രൂപത്വം ഉള്ളതിനാൽ മനസ്സിനേക്കാളും ശ്രേഷ്ഠമാണ്, ഇത്തരത്തിൽ ആലോചിച്ച് കടന്നു പോവേണ്ടതില്ല എന്ന് സാരം. അവിടെ അപ്രകാരമുള്ള ആ രൂപകൽപ്പന എന്ന് പറയുന്നത് ഉപാസകന് ഈ ബ്രഹ്മത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അല്ലാതെ ആ രൂപത്തിന് ഏത് രൂപത്തിനാണെങ്കിലും അതിനാണ് മുഖ്യത്വമുള്ളതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല. അത് ഉപാസകൻ്റെ സ്ഥാനത്തിനനുസരിച്ച് ഉപാസനയിൽ മുന്നേറുവാൻ വേണ്ടിയിട്ട് സഹായകരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഇവിടുന്ന് നമ്മളങ്ങോട്ട്
ഈ ഹൈവേയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പം തന്നെയാണെങ്കിൽ അവിടെ ഏത് ദിശയിലേക്കാണ് പോകുന്നത്, ആ ഹൈവേ പോകുന്നത് അവിടെ വേണമെങ്കിൽ എഴുതി വെച്ചേക്കും മുംബൈ എന്ന് പറഞ്ഞിട്ട്, മുംബൈ 2889 കിലോമീറ്റർ. മുംബൈ എന്ന് അവിടെ എഴുതി പിടിച്ച മുംബൈ ആയല്ലോ എന്ന് നമ്മൾ കാണേണ്ടതില്ല, അത്രയും ഓടാൻ കിടക്കുന്നു സാരം. ഇതേപോലെയാണ് ഉപാസകന് എവിടെ നിൽക്കുന്നു അവിടെ തൊട്ട് തന്നെ ഇതിൻ്റെ ചിഹ്നങ്ങളൊക്കെ ലക്ഷണങ്ങളും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും പിന്നെയും പോകേണ്ടിയിരിക്കുന്നു എന്ന്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന നാമരൂപ സഹിതമായിട്ട് തന്നെ ഈശ്വര കൽപ്പനകളൊക്കെ നൽകിയിരിക്കുന്നത്. അല്ലാതെ അപ്രകാരം കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് സാരം. അപ്പോൾ ഇതറിഞ്ഞാൽ ജ്ഞാനമായി. ഇതറിയാതിരിക്കുമ്പോഴാണ് നമുക്ക് തീവ്രമായ ഉപാസന ഉണ്ടാകുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രമായ ഉപാസന എന്ന് പറയുന്നത് മാറും. പിന്നെ അതിൻ്റെ ഈ യുക്തിയോടുകൂടി ചേർന്ന ഉപാസനയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ യുക്തിയോടുകൂടി ചേർന്ന ഉപാസന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രം ഈ വിധം ചർച്ചകൾ ചെയ്യുന്നത് തന്നെ. അതായത് നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ വേണം, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനകത്തൊരു വ്യക്തത തന്നെ വരുത്തണം എന്ന്. അതനുസരിച്ചിട്ട് നമുക്ക് ആണ് ഈ ഉപാസനകളെല്ലാം കൊടുത്തിരിക്കുന്നതെന്ന് നിശ്ചയിക്കണം. അല്ലാതെ ഈശ്വരനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല, ഉപാസനമൂർത്തികളെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ല അവിടെ നടത്തിയിരിക്കുന്നത്. ഉപാസകനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഉപാസനാമൂർത്തികളെ നൽകിയിരിക്കുകയാണ് ശാസ്ത്രം. ഇങ്ങനെയാണ്, ഇപ്രകാരം ഒന്ന് ഉപാസിച്ച് നോക്ക്, പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉപാസിച്ച് നോക്ക് എന്ന രീതിയിൽ ഉപാസനാഭേദങ്ങൾ കാണും. അല്ലാതെ ഇതിങ്ങനെ ചെയ്തു കൊള്ളണം, ഇങ്ങനെയാണിത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാഠ്യം ഒരിടത്തും ഇല്ല എന്ന് സാരം. അപ്പോൾ ഇതിൻ്റെ ഈ പുരുഷസ്വരൂപം അറിഞ്ഞാൽ നിചായതം മൃത്യുമുഖാത് പ്രമുച്യത്തെ, ഈ പുരുഷസ്വരൂപം അറിഞ്ഞു കഴിഞ്ഞാൽ മൃത്യുമുഖാത് പ്രമുച്യത്തെ എന്നുള്ളതാണ് ഫലം കൊടുത്തിരിക്കുന്നത്. മോക്ഷമാണത്. അപ്പോൾ മോക്ഷം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഉപദേശമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഭോഗം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഉപദേശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപാസനയിൽ നിന്നാൽ മതി, പിന്നെ അതിലപ്പുറത്തേക്ക് കിടക്കേണ്ടതില്ല. ഭോഗം മാറിയിട്ട് മോക്ഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഉപാസന മാറിയിട്ട് ജ്ഞാനത്തിലേക്ക് കിടക്കും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സർവത്ര ഭക്തന്മാരുള്ളത്, പക്ഷേ അവരെ നമുക്ക് പിടിച്ച് മുക്തന്മാരായിട്ട് മോക്ഷാർത്ഥികളായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അവർ ഭോഗാർത്ഥികളാണ്. അപ്പോൾ ഭോഗാർത്ഥികൾ, അതുകൊണ്ട് അമ്പലത്തിൽ നടയിൽ ഇരുന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ട് ഇവരിങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇവരിങ്ങനെയാണോ സങ്കല്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയാൻ പോകണ്ട. കാരണം മോക്ഷാർത്ഥികളും ഭോഗാർത്ഥികളും എന്ന് പറയുന്നതിനകത്ത് വളരെ വലിയ വ്യത്യാസമുണ്ട് സാരം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ബസ്സിൽ തന്നെ ഡ്രൈവറും ഇരിക്കുന്നു, പാസഞ്ചേഴ്സും ഇരിക്കുന്നു, രണ്ടും രണ്ട് തരത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത് മാതിരിയാണ്. ഒരു സംസാരത്തിൽ തന്നെ ശിഷ്യന്മാരും ഇരിക്കുന്നു, ഗുരുവും ഇരിക്കുന്നു. അതുകൊണ്ട് ഗുരുവിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശിഷ്യന്മാർക്കില്ല. ഇപ്രകാരമാണ് ശാസ്ത്രത്തിലെ ആചാര്യന്മാർ ഈ ദേവതകളെ അവതരിപ്പിച്ചിട്ടുണ്ട്, പല രീതിയിൽ ഉപാസനാമൂർത്തികളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപാസനാമൂർത്തികളെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഈ ഉപാസകൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പല വിധത്തിൽ ഉപാസനാ വ്യത്യാസങ്ങൾ അവർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇത് സത്യമെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇതാണ് പൂർണ്ണത എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല. ഇത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ ആ ഒരു കാര്യത്തിൽ വ്യത്യാസം വരുത്തി അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളെക്കാളും പരമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന ക്രമത്തിൽ ഒന്നിനേക്കാളും മഹത്വം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം പുരുഷനാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത് എന്നത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപനിഷത്തിൻ്റെ പോക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് സാരം. ആത്മശബ്ദാച്ച, പ്രകൃത പുരുഷനിൽ ആത്മശബ്ദ പ്രയോഗമുള്ളത് കൊണ്ടും ആ പുരുഷനെ തന്നെ ധ്യാനിക്കണം. അർത്ഥാദികളായ ഇതരങ്ങൾ അനാത്മാക്കൾ, അവധ്യേയങ്ങളല്ല എന്ന് സാരം. യേശ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശത്തെ ദൃശ്യത്തെ ത്വഗ്രയാ ബുദ്ധിയ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി. ഇത്രയേ ഉള്ളൂ കാര്യം എന്നർത്ഥം. യേശ സർവേഷു ഭൂതേഷു ഗൂഢോർത്ത ന പ്രകാശത്തെ ദൃശ്യതേ ത്വഗ്രയാ ബുദ്ധിയ. ഇപ്പം അഗ്രിയ സൂക്ഷ്മയ എന്നുള്ളർത്ഥം സൂക്ഷ്മമായ ബുദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉപാസന രീതികൾ. അങ്ങനെ സൂക്ഷ്മ ബുദ്ധി ലഭിച്ചാൽ സുഖമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. സൂക്ഷ്മമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചിന്ത ചെയ്യാൻ തുടങ്ങുമ്പോൾ കാമനാരൂപമായ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ബുദ്ധി, അല്ലാതെ മറ്റർത്ഥത്തിലൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ സൂക്ഷ്മമായി ബുദ്ധി.
അപ്പം ബുദ്ധിയെ സ്ഥൂലമാക്കുന്നത് അർത്ഥങ്ങളും കാമങ്ങളുമാണ്. അർത്ഥം, കാമം, ധർമ്മം എല്ലാം ബുദ്ധിയെ സ്ഥൂലങ്ങളാക്കുന്നു. അതിനകത്തുനിന്ന് സ്വല്പം വിട്ട് കഴിഞ്ഞാൽ തന്നെ ബുദ്ധി സൂക്ഷ്മമായി നിർത്തും. ചിന്തിക്കാൻ വിഷയങ്ങളാണ് അവയൊക്കെ. അതിനകത്ത് മാറുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ചിന്തിക്കാനുള്ളത്? അപ്പം മനോബുദ്ധ്യാദികളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് എല്ലാ ഭൂതങ്ങളിലും സ്പഷ്ടമായി പ്രകാശിക്കുന്നില്ല. എന്നാൽ ശ്ലാഘ്യവും അതീവ സൂക്ഷ്മസ്വരൂപമുള്ള ബുദ്ധി കൊണ്ട് സൂക്ഷ്മ വസ്തുവിനെ കാണാൻ സാധിക്കുന്നവരാൽ മാത്രം കാണപ്പെടുന്നു. കടം 3:12. അപ്പം ഇങ്ങനെയാണ് യച്ഛേത് വാങ് മനസ്സി പ്രാജ്ഞ. അപ്പം അതിൻ്റെ ആ ക്രമവും കൂടെ പറഞ്ഞിട്ടുണ്ട്. യച്ഛേത് വാങ് മനസ്സി പ്രാജ്ഞ. ആ വിദ്വാൻ വാക്കിനെയും മനസ്സിനെയും അടക്കണം, നിയന്ത്രിക്കണം, ധ്യാനം ശീലിക്കണം. ആനുമാനികമപ്യേകേഷാം എന്ന് ബ്രഹ്മസൂത്രം 1:4 ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പോയി നോക്കിയാൽ മതി. ഇപ്രകാരം അനേക വിധത്തിലുള്ള ആശയവിശേഷം പുരുഷന് ശ്രുതിക്കുണ്ടെന്നും ഇതര വിഷയങ്ങളില്ലെന്നും കാണുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ശ്രുതിക്ക് താല്പര്യം. അതുകൊണ്ട് സോധ്വനഃ പാരമാപ്നോതി തത് വിഷ്ണോഹോ പരമം പദം എന്ന്. അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വിഷ്ണോഹോ പരമം പദം, വിഷ്ണുവിൻ്റെ പരമപദത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു എന്ന്. പരമപദം എന്ന് ഉപദേശം. ഇന്ദ്രിയാദികളെ അതിക്രമിച്ച് സഞ്ചരിക്കുന്നവർക്ക് ആ പരമപദത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ അവിടെ സോധ്വനഃ പാരമാപ്നോതി തദ് വിഷ്ണോഹോ പരമപദം എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ പരമപദത്തിലെ ഈ അവ്യക്തത്തെയും അതിക്രമിച്ചിട്ടുള്ള വിഷ്ണുവിൻ്റെ പരമപദത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വിഷ്ണുവിൻ്റെ പരമപദം ഇന്ദ്രിയ വിഷയമായിട്ട്, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ പരമപദം എന്ന് പറഞ്ഞാൽ വിഷ്ണു സ്വരൂപം ഇന്ദ്രിയ പ്രത്യക്ഷമായിട്ട് കാണാൻ പോയി കഴിഞ്ഞാൽ പ്രത്യക്ഷ വിഷ്ണുവാണ് ജഗത്ത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യക്ഷ വിഷ്ണു തന്നെയാണ് ജഗത്ത്, അല്ലാതെ വേറെ ഒന്നല്ല. കാരണം ഭഗവാനല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എവിടെയാണ്? വിശേഷകരമായ രീതിയിൽ ഈ ജഗത്തിൽ വിശേഷകരമായിട്ട് വിഷ്ണുവിനെ ചതുർബാഹുവായിട്ട് കാണണം, ഒരു പുരുഷാകാരമായിട്ട് കാണണം, ഇപ്രകാരം നീല നിറത്തോട് കാണണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ വിശേഷണങ്ങൾ ഒരുപാട് ഉള്ള ഒരാളായിട്ട് നമ്മൾ കാണണമെന്ന് പറയുമ്പോൾ സങ്കല്പ പുരുഷനാണത്. ആ സങ്കല്പ പുരുഷനെ ഇന്ദ്രിയ വിഷയമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിഷ്ണോഹോ പരമം പദം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ക്രമത്തിൽ പോകണം. ഏത് പറഞ്ഞാൽ യച്ഛേത് വാങ് മനസ്സി പ്രാജ്ഞ. മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ മനസ്സിലേക്കും പിന്നെ മനസ്സിനെ ബുദ്ധിയിലേക്കും, തദ്യച്ഛേത് ശാന്താത്മനി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ക്രമത്തിൽ അത് പോകണം. അങ്ങനെ പോയിട്ട് അവ്യക്തത്തെ അതിക്രമിച്ച് പുരുഷസ്വരൂപ പ്രാപ്തിയിൽ നിന്ന് കഴിയുമ്പോൾ തദ് വിഷ്ണോഹോ പരമം പദം എന്ന്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമേവായ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ.